മാസ്റ്റർ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിസ്റ്റിക് എയർ ഫെഡിൻ്റെ കുറച്ച് ടോപ്പിക്കുകളും അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 ടോപ്പിക്കായിരിക്കും ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആ 2 ടോപ്പിക്ക് ഏതൊക്കെയാണോ നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നോട്ട്സിലോട്ടും പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2 ടോപ്പിക്കുകളാണ്. ഒന്ന് കൊളോയിഡ്സും രണ്ടാമത്തേന്ന് പറയുന്നത് അഡ്സോപ്ഷനുമാണ്. രണ്ടും ഏകദേശം ഒരേ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അതിൽ കൊളോയിഡ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, സീറ്റ പൊട്ടൻഷ്യൽ, then properties of colloids ഉണ്ട്, Tyndall effect, Brownian movement, coagulation, Hardy-Schwartz rule, flocculation value, electrokinetic properties, electrophoresis, electroosmosis, protective colloids, gold number, emulsion, oil in water emulsion and water in oil emulsion, emulsifying agent, gel, synergesis, miscellaneous, critical miscellaneous concentration. നമുക്ക് നോർമലി നമ്മൾ ഒരു അഡ്സോപ്ഷൻ പഠിക്കുമ്പോഴത്തേക്ക് കൊളോയിഡ്സ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്, ദെൻ കൊളോയിഡ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്, ദെൻ അതിനൊക്കെ തന്നെ കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന റൂളാണ് ഹാർഡി-ഷുവാർട്സ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ എത്ര ടൈപ്പ് കൊളോയിഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ്, കൊളോയിഡ്സിൻ്റെ ഒപ്റ്റിക്കൽ ആൻഡ് കൈനറ്റിക് പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്നും കൈനറ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനൊക്കെ തന്നെ ജെല്ല്, എമൽഷനെ പറ്റി അത് സ്ഥിരം നമുക്ക് എക്സാംസിനാണ് ഈ എമൽഷനെ പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. എമൽഷൻ പല ടൈപ്പ് എമൽഷൻ, ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിൽ എമൽഷനും. then അതിനുശേഷം മിസലീസിനെ പറ്റി പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ മിസലി കോൺസെൻട്രേഷനും അവർ ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ കൊളോയിഡ്സിൽ പഠിക്കുന്നത്. ഇതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് അഡ്സോപ്ഷനാണ്. അഡ്സോപ്ഷനിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോപ്ഷൻസ് ഉണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോപ്ഷൻ ഐസോതോംസിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഫ്രണ്ട്ലിഷും ലാഗ്മോറും മൾട്ടിലെയർ അഡ്സോപ്ഷനായ ബെറ്റും അതിൻ്റെ ആപ്ലിക്കേഷനും പറയുന്നുണ്ട്. ദെൻ സർഫസ് ഏരിയ മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോപ്ഷനും പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ. കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒറ്റ ഇതാക്കി നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്സും കാര്യങ്ങളും ആയിരിക്കും, ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷൻ അത് ഡിസ്കസ് ചെയ്യാൻ പോകും. സോ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് കൊളോയിഡ്സ് എന്നാണ്. അത് നമുക്ക് എന്താണ് കൊളോയിഡ്സ് എന്ന് നോക്കാം. കൊളോയിഡ്സ് എന്ന് പറയുന്നത് കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് സിസ്റ്റം. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കിക്കൂടാ, ഒരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. വിത്ത് പാർട്ടിക്കിൾ സൈസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. അതായത് 10⁻⁻9 മീറ്റർ മുതൽ 10⁻⁻6 മീറ്റർ വരെ, അല്ലേ? ഈ 1 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 10⁻⁻9 മീറ്റർ ആണ്, അല്ലേ? 1000 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 1000 × 10⁻⁻9, ശരിയല്ലേ? അപ്പം ഇത് 1000 നമുക്ക് 10⁻³ എന്ന് എഴുതാം. അപ്പം ആക്ച്വലി 10⁻⁻6 വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. 10⁻⁻6 മീറ്റർ മുതൽ 10⁻⁻9 മീറ്റർ വരെ. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളോയിഡ് ഒരു ഹെട്രോജീനിയസ് സൊല്യൂഷനാണ്. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും. പാർട്ടിക്കിൾ സൈസ് വരുന്നത് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പിയർ ഹോമോജീനിയസ് ടു നേക്കഡ് ഐ ബട്ട് ഹെട്രോജീനിയസ് അണ്ടർ മൈക്രോസ്കോപ്പ്. നമ്മൾ കണ്ണിലൂടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹോമോജീനിയസ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴത്തേക്ക് അത് ആക്ച്വലി ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, ദെൻ ഡു നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ അത് എന്ത് ചെയ്യത്തില്ല, സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഓക്കെ, ദെൻ കനോട്ട് പാസ് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിലൂടെ പാസ് ചെയ്യില്ല. ദെൻ എക്സിബിറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡീവിയേഷൻസ് എക്സിബിറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നിങ്ങൾ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. സിംപിളി ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഹോമോജീനിയസ്. നേക്കഡ് ഐകൾക്ക് ഹോമോജീനിയസ് ആയിരിക്കും, പക്ഷേ ആക്ച്വലി സൊല്യൂഷൻ ഹെട്രോജീനിയസ് ആണ്. നമ്മൾ പല ഇത് നോക്കാൻ നേരത്ത് ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസും ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസും ആണ്. ഈ കൊളോയിഡൽ സൊല്യൂഷൻ ഹെട്രോജീനിയസ് ആകാം, ഹോമോജീനിയസ് ആകാം. അത് ഈ കാര്യം കൊണ്ടാണ് നമ്മൾ നേക്കഡായി കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ഹോമോജീനിയസ് ആയിട്ട് തോന്നും, കാരണം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് തോന്നും. പക്ഷേ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിൾസ് അറിയാൻ പറ്റും. സോ ഇത് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, ഡു നോട്ട് സെറ്റിൽ ഡൗൺ ഗ്രാവിറ്റിയിൽ, അതായത് നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല, സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഓക്കെ, ദെൻ കനോട്ട് പാസ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറിലൂടെ പാസ് ചെയ്യില്ല. അൺലൈക്ക് സൊല്യൂഷൻസ് പാസ് ചെയ്യും സെമി പെർമിയബിൾ മെമ്പറിലൂടെ, പക്ഷെ നമ്മൾ
നമ്മളുടെ കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ത് ചെയ്യത്തില്ല, പാസ് ചെയ്ത് പോകത്തില്ല. ദെൻ എക്സിബിറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡീവിയേഷൻസ് എക്സിബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു സ്ഥിരം പല്ലവി തന്നെ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ സ്ഥിരം ഒരു +2 ലെവൽ അത്രയേ ഉള്ളൂ സംഭവം. ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് നോക്കാം. കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. സ്ഥിരം ചോദിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിസ്പേർഷൻ ഫേസ് ആൻഡ് മീഡിയം. ഡിസ്പേർഷൻ ഫേസിൻ്റെയും മീഡിയത്തിൻ്റെയും ബേസിൽ. അപ്പോൾ ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും നമുക്ക് നോക്കാം. അതായത് ലിക്വിഡിനകത്തോട്ട് സോള് ഡിസോൾവ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോൾ എന്നാണ്. അതിന് എക്സാമ്പിളാണ് പെയിൻറ്റ്, ഇങ്ക്, സ്റ്റാർച്ച്, അതൊക്കെ. രണ്ടാമത്തത് ലിക്വിഡിനകത്തോട്ട് ലിക്വിഡ് തന്നെ ഡിസോൾവ് ചെയ്യുന്നു. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ്. അതിനെയാണ് നിങ്ങൾ എമൾഷൻ എന്ന് വിളിക്കുന്നത്. എമൾഷൻ. ലിക്വിഡിനകത്തോട്ട് ലിക്വിഡ് തന്നെ ഡിസോൾവ് ചെയ്യുന്നത്. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കണ്ടോ, സോള്. ഈ സോൾ എന്ന് പറയുന്ന കേസുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, സോളിഡ് ആയിരിക്കും ഡിസ്പേർഷൻ ഫേസ്. ഡിസ്പേർഷൻ മീഡിയം ആണ് മാറുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിനാണ് മാറ്റം വരുന്നത്. ഡിസ്പേർഷൻ ഫേസ് സെയിം തന്നെയായിരിക്കും. അതായത് സോളിഡ് ലിക്വിഡ് അല്ല, ഇത് ഇത് ലിക്വിഡ് സോളും ഇത് സോളിഡ് സോളുമാണ്. ഇതിനെ ആക്ച്വലി ലിക്വിഡ് സോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ സോൾ എന്ന് എഴുതുന്നേ ഉള്ളൂ. കണ്ടോ, ലിക്വിഡ് സോള്, സോളിഡ് സോൾ. അപ്പോൾ സോളിഡ് ഡിസോൾവ് ചെയ്യുന്നതിന് ഇതുണ്ടോ, ലിക്വിഡോ സോളിഡോ ഗ്യാസിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ നമ്മൾ എയറോസോൾ എന്നാണ് വിളിക്കുന്നത്. ലിക്വിഡോ സോളിഡോ ഗ്യാസിൽ ഡിസോൾവ് ചെയ്യുന്നത്. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് എയറോസോളും, സോളിഡ് ആണെങ്കിൽ സോളിഡ് എയറോസോളും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. എളുപ്പമാണ് പഠിക്കാനായിട്ട്. സോളിഡ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അത് ലിക്വിഡിലായിക്കോട്ടെ സോളിഡിലായിക്കോട്ടെ അതിനെ സോൾ എന്നാണ് വിളിക്കുന്നത്. സോളിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ സോൾ എന്ന് വിളിക്കും. ഓക്കെ, ലിക്വിഡോ സോളിഡോ ഗ്യാസിലാണ് ഡിസോൾവ് ചെയ്യുന്നതിനെ എയറോസോൾ എന്ന് വിളിക്കും. കാരണം ഗ്യാസ് ആണല്ലോ ആള്, അതുകൊണ്ട് അതിനെ എയറോസോൾ എന്ന് വിളിക്കും. അപ്പം സോളിഡ് എന്തിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിലോ സോളിഡിലോ ആണെങ്കിൽ നമ്മളതിനെ സോൾ എന്ന് വിളിക്കും. ഗ്യാസിലാണെങ്കിൽ നമ്മളതിനെ എയറോസോൾ എന്ന് വിളിക്കും. ഗ്യാസിലാകുമ്പോൾ സോളിഡോ ലിക്വിഡോ ഇത് രണ്ടും സോളിഡാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ സോൾ എന്നും, ലിക്വിഡോ സോളിഡോ ഗ്യാസിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ എയറോസോൾ എന്ന് വിളിക്കും. അത് ലിക്വിഡ് ആണെങ്കിൽ എയറോസോൾ ഓഫ് ലിക്വിഡ്, സോളിഡ് ആണെങ്കിൽ എയറോസോൾ ഓഫ് സോളിഡ്. ഓക്കെ, ദെൻ ഇത് കണ്ടോ, ലിക്വിഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എമൾഷൻ കിട്ടുന്നത്. പിന്നെ ഫോം, പത എന്ന് പറയുന്നത് ലിക്വിഡും ഗ്യാസുമാണ്. ലിക്വിഡിനകത്ത് ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു, അതാണ് ഫോം, പത. പിന്നെ സോളിഡിനകത്ത് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ജെൽ എന്നാണ്. സോ ക്ലാസിഫിക്കേഷൻസ് നോക്കി വെച്ചേക്കാം. സോളിഡാണ് ഡിസോൾവ് ചെയ്യുന്നെങ്കിൽ അതിനെ സോൾ എന്ന് വിളിക്കും. സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്യാം, സോളിഡ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യാം. ഓക്കെ, സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്താൽ സോൾ എന്ന് തന്നെ. സോളിഡ് സോള്, ഇത് വെറും സോള്, ലിക്വിഡ് സോള്. പിന്നെ ലിക്വിഡോ സോളിഡോ ഗ്യാസിനകത്ത് ഡിസോൾവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് എയറോസോൾ എന്നാണ്. പിന്നെ ലിക്വിഡും ആണെങ്കിൽ എമൾഷൻ, ലിക്വിഡ് സോളിഡിലാണെങ്കിൽ ജെല്ല്. പിന്നെ ഫോം എന്ന് പറയുമ്പോൾ ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, ഫോം. ഇതാണ് ക്ലാസിഫിക്കേഷൻ. എക്സാമ്പിൾസ് ജസ്റ്റ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ന ആൾ ഡിസ്പേർഷൻ ഫേസ് ഇന്നതാണ്, ഡിസ്പേർഷൻ മീഡിയം ഇന്നതാണ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രം നോക്കിയാൽ മതി. ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്തെങ്കിലും ട്രിക്ക് വെച്ചിട്ട് ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത്. അതനുസരിച്ച് പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി എങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി +1 തൊട്ട് +2 തൊട്ടൊക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ്. അതിനുശേഷം ബേസ്ഡ് ഓൺ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അതായത് ആ ഡിസ്പേർഷൻ ഫേസിനും ഡിസ്പേർഷൻ മീഡിയത്തിനിടയ്ക്കുള്ള ഇൻട്രാക്ഷൻ, ഏത് ടൈപ്പ് ഇൻട്രാക്ഷനാണ് അവർക്കിടയിൽ വരുന്നത്. അതിന് നമ്മൾ ആദ്യം പറയുന്നത് ലയോഫിലിക് കൊളോയിഡുകളാണ്. ലയോഫിലിക് എന്ന് പറയുമ്പോഴത്തേക്ക് സോൾവെന്റ് ലവിങ് ആയിട്ടുള്ള, അതായത് നല്ല സ്ട്രോങ് അട്രാക്ഷൻ ഉള്ള ആൾക്കാർ. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് ലയോഫോബിക് കൊളോയിഡാണ്, സോൾവെന്റ് ഫിയറിങ്. അപ്പം അത്ര കാര്യമായിട്ട് സോൾവെന്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. സോൾവെന്റ് ആണ് ഇവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു സോൾവെന്റ് ഡിസ്പേർഷൻ മീഡിയവും സൊല്യൂട്ട് ഡിസ്പേർഷൻ ഫേസും ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ലയോഫിലിക് കൊളോയിഡ്സ് സോൾവെന്റ് ലവിങ് ആണ്. അവർക്ക് സോൾവെന്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സോൾവെന്റുമായിട്ട് പെട്ടെന്ന് ബോണ്ട് ഫോം ചെയ്യും. ലയോഫോബിക് എന്ന് പറയുമ്പോഴത്തേക്ക് സോൾവെന്റ് ഫിയറിംഗ് ആണ്. അവർ സോൾവെന്റ് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ലയോഫോബിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് അത്ര കാര്യമായിട്ടുള്ള അട്രാക്ഷൻ ഇല്ല. എന്നാൽ ലയോഫിലിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കിടയിൽ നല്ല അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലയോഫിലിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലവിങ്ങും ലയോഫോബിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഫിയറിങ്ങുമാണ്. ഇനി എന്താണ് സോൾവെന്റ് ലവിങ്ങിനെ പറ്റി പറയാനുള്ളത് നോക്കാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹാസ് അഫിനിറ്റി ഫോർ ഡിസ്പേർഷൻ മീഡിയം. കേട്ടോ, ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് നല്ലൊരു അഫിനിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്പേർഷൻ മീഡിയവുമായിട്ടൊരു സ്ട്രോങ് അട്രാക്ഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈസിലി ഫോംഡ് ആൻഡ് റിവേഴ്സിബിൾ, പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഇവർക്ക് ആ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എപ്പം ഡിസ്പേർഷൻ മീഡിയം ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് കൊളോയിഡിനെ കിട്ടും. അത് അവർ ഫാസ്റ്റാണ്, അതിനൊക്കെ റിവേഴ്സിബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരെ മാറ്റാം, അത് കണക്കിന് വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യാം. കാരണം നല്ല അട്രാക്ഷനാണ് അവർ തമ്മിൽ, നല്ല അഫിനിറ്റിയാണ് അവർ തമ്മിൽ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇഷ്ടമാണ് അവർ തമ്മിൽ. നമ്മൾ സെപ്പറേറ്റ് ചെയ്താലും എപ്പോൾ വേണമെങ്കിലും അവർ ഒന്നിക്കാം. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ആണ് ജെലാറ്റിൻ സോൾ, സ്റ്റാർച്ച് സോൾ, പ്രോട്ടീൻ സോൾ. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ജെലാറ്റിൻ സോൾ, ഈ സോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. സോളിഡ് ഡിസോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾ സോൾ എന്ന് വിളിക്കുന്നത്. അപ്പം ജെലാറ്റിൻ സോൾ, സ്റ്റാർച്ച് സോൾ, പ്രോട്ടീൻ സോൾ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ഹൈ സ്റ്റെബിലിറ്റി ആണ്, ഹൈലി സ്റ്റേബിൾ ആണ് ഇവർ. കാരണം ഇവർക്ക് നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇവർ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. കാരണം നമ്മൾ അതിനെ പ്രത്യേകിച്ച് സ്റ്റേബിൾ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സ്വന്തമായിട്ട് തന്നെ സ്നേഹിച്ചോളും, നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അവരെ വേർതിരിക്കാൻ പറ്റുമെങ്കിലും പിന്നെ അവർ വീണ്ടും ഒന്നാവും. അതാണ് ഈ റിവേഴ്സിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ലയോഫോബിക് കൊളോയിഡ്സ്. അത് അവർ തമ്മിൽ അത്ര ഇഷ്ടമല്ല. ലയോഫിലിക്കിൽ നല്ല ഇഷ്ടമാണെങ്കിൽ ലയോഫോബിക്കിൽ അത്ര കാര്യമായിട്ടുള്ള ഇഷ്ടമില്ല. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയത്തിനും ഇടയ്ക്ക് അവർക്ക് കാര്യമായിട്ടുള്ള അട്രാക്ഷൻ ഇല്ല. ഓക്കെ, അവർ ഡിസ്പേർഷൻ ഫേസ് ഹാസ് നോ അഫിനിറ്റി ടുവേർഡ്സ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിൽ അത്ര കാര്യമായിട്ടുള്ള അഫിനിറ്റി ഒന്നും അവർക്കില്ല, അവർക്ക് ഇഷ്ടമല്ല അവരെ. ഓക്കെ, ദെൻ ഡിഫിക്കൽട്ടി ടു ഫോം ഇറിവേഴ്സിബിൾ, അത്ര പെട്ടെന്ന് ഫോം ചെയ്യില്ല. കാരണം ഇഷ്ടമല്ലാത്ത ആൾക്കാർ നമ്മൾ ഒരിക്കലും ബോണ്ട് ഫോം ചെയ്യില്ല, അല്ലെ? സ്നേഹിക്കാൻ അവർ താല്പര്യപ്പെടില്ല. അത് മാത്രമല്ല അവർ ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കലും ഇവരെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടി ഇവരെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് മെറ്റൽ സോൾസ്, സൾഫർ സോൾ, ഗോൾഡ്, സിൽവർ തുടങ്ങിയ ആൾക്കാരുടെ സോള്, സൾഫർ സോള്, ഇതൊക്കെ എന്താ ലയോഫോബിക് കൊളോയിഡുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ലോ സ്റ്റെബിലിറ്റി റിക്വയർ സ്റ്റെബിലൈസേഴ്സ്. നമുക്ക് ലോ സ്റ്റെബിലിറ്റി ആണ്, അത്ര നമ്മളെ ലയോഫിലിക്കിൻ്റെ കണക്ക് അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ ഇവർ ലോ സ്റ്റെബിലിറ്റി ആണ്, അതേ കണക്ക് തന്നെ ഇവർക്ക് സ്റ്റെബിലൈസേഷൻ റിക്വയറബിൾ ആണ്. അതായത് ഇവരെ സ്റ്റെബിലൈസ് ചെയ്യണം നമ്മൾ. കാരണം ഇവരെ സ്റ്റെബിലൈസ് ചെയ്താലേ ഇവരങ്ങനെ ഇരിക്കത്തുള്ളൂ. സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, അവരങ്ങനെ ഇരുന്നോളും. ഈ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണെന്ന് അറിയാമോ? ലയോഫിലിക് കൊളോയിഡുകളെയാണ്. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ലയോഫോബിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അവിടെയാണ് നമുക്ക് ഈ ഹാർഡി-ഷേർസ് റൂളൊക്കെ വരുന്നത്. കാരണം ലയോഫിലിക്ക് ഓൾറെഡി സ്റ്റേബിൾ ആണ്. അപ്പോൾ അവരെ നമ്മൾ പിന്നെയും സ്റ്റേബിൾ ആക്കേണ്ട കാര്യമില്ല. എന്നാൽ ലയോഫോബിക്ക് അങ്ങനല്ല, അവൻ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റേബിൾ ആക്കേണ്ടി വരും. ആ സ്റ്റേബിൾ ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡുകൾ. ആ പ്രൊട്ടക്റ്റീവ് കൊളോയിഡുകൾ ആക്ച്വലി ലയോഫിലിക്കാണ്. ഇവരാണ് ലയോഫോബിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ സ്റ്റേബിൾ ആക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക് ഇത് എന്തിൻ്റെ ബേസിലായിരുന്നു? ഒരെണ്ണമുണ്ടേ, ഇത് എന്തിൻ്റെ ബേസിലായിരുന്നു? ഫേസുകൾക്കിടയിലുള്ള അട്രാക്ഷൻ ബിൻഡ്. മെറ്റേഡ് എന്തായിരുന്നു? ഫേസുകളുടെ സ്റ്റേറ്റ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ അതിൻ്റെ ബേസിൽ, അല്ലേ? ആ സോളിഡ് ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ സോൾ എന്നാണ് വിളിക്കുന്നത്. സോളിഡ് ലിക്വിഡിലും വരാം, സോളിഡിലും വരാം, അതിനെ സോൾ എന്ന് വിളിക്കും. ലിക്വിഡും ആണെങ്കിൽ എമൾഷൻ എന്ന് വിളിക്കും. ശരിയല്ലേ? പിന്നെ ലിക്വിഡോ സോളിഡോ ഗ്യാസിലാണെങ്കിൽ നമ്മളതിനെ എയറോസോൾ എന്ന് വിളിക്കും. ശരിയല്ലേ? ഓക്കെ, ഇനി എന്താ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സോളിഡിനകത്ത്, അതിനെയാണ് നമ്മൾ ജെല്ലെന്ന് വിളിക്കുന്നത്, അല്ലേ? ലിക്വിഡ് സോളിഡിനകത്ത്, അതുകൊണ്ട് ലിക്വിഡ് സോളിഡിനകത്ത് അതിനെ നമ്മൾ ജെല്ലെന്ന് വിളിക്കും. പിന്നെ ഗ്യാസ് ലിക്വിഡിനകത്താണെങ്കിൽ നമ്മൾ അതിനെ ഫോം എന്ന് വിളിക്കും, ഫോം. ഓക്കെ, then ഇപ്പോൾ പറഞ്ഞത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ലയോഫിലിക്കും ലയോഫോബിക്കുമാണ് നോർമലി പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്. ലയോഫിലിക്കും ലയോഫോബിക്കും കൂടാതെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ആംഫിപാത്തിക് കൊളോയിഡ്സുകളാണ്. ആംഫിപാത്തിക് കൊളോയിഡുകൾ. എന്താണ് ഈ ആംബിപാത്തിക് കൊളോയിഡുകൾ എന്ന് നോക്കാം. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. ലയോഫിലിക്കിനും ലയോഫോബിക്കിനും ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ്, അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ആണ് കൊളോയിഡ്. ആ കൊളോയിഡിൽ ലയോഫിലിക്കിനും ലയോഫോബിക്കിനുള്ള ഇന്റർമീഡിയറ്റിനെയാണ് നമ്മൾ ആംഫിപാത്തിക് കൊളോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് സോപ്പ്, ഡിറ്റർജൻസ്, അവരെല്ലാം ആംഫിപാത്തിക് കൊളോയിഡുകളാണ്. സോപ്പ്, ഡിറ്റർജൻസ് തുടങ്ങിയ ആൾക്കാർ. എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. ലയോഫിലിക്കും ലയോഫോബിക്കും എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കൂടുതൽ അങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, എന്താണ് സംഭവം എന്ന് ക്ലിയർ ആക്കി നോക്കി വെച്ചേക്കാം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പക്ഷേ പ്രശ്നം തിരിഞ്ഞു പോകും പെട്ടെന്ന്, അതാണ് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ട്രിക്ക് വെച്ചിട്ട് മറ്റേ സോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രിക്ക് വെച്ചിട്ട് പഠിച്ചു വെച്ചേക്കും, എങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് ആ ഹെഡിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. ഓക്കെ, നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കണ്ടൻസേഷൻ മെത്തേഡാണ്.
കണ്ടൻസേഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമേഷൻ ഫ്രം സ്മാളർ പാർട്ടിക്കിൾസ്, ചെറിയ പാർട്ടിക്കിളിൽ നിന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നിങ്ങൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പുകൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കണ്ടൻസേഷൻ മെത്തേഡാണ്. കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഫ്രം സ്മാളർ പാർട്ടിക്കിൾസ്, ചെറിയ പാർട്ടിക്കിളിൽ നിന്ന് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൊളോയിഡിനെക്കാട്ടിയും ചെറുതായിരിക്കണം അല്ലേ, കൊളോയിഡേ ചെറുതാണ്. ഓക്കെ, നോക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് കെമിക്കൽ കണ്ടൻസേഷൻ. കെമിക്കൽ കണ്ടൻസേഷൻ ആണ് ആദ്യത്തെ മെത്തേഡ്. അതായത് കെമിക്കൽ റിയാക്ഷൻ വഴി എന്തോ കണ്ടൻസേഷൻ ചെയ്ത് നമ്മൾ റെഡിയാക്കുന്നല്ലേ, കണ്ടൻസേഷൻ മെത്തേഡാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കൊളോയിഡൽ സൾഫർ. കൊളോയിഡൽ സൾഫറിനെ നമ്മൾ ഉണ്ടാക്കുന്നത് പാസിംഗ് H2S ത്രൂ സൾഫർ ഡയോക്സൈഡ് സൊല്യൂഷൻ. H2Sനെ സൾഫർ ഡയോക്സൈഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്തിട്ടാണ് കൊളോയിഡൽ സൾഫറിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കെമിക്കൽ കണ്ടൻസേഷൻ ആണ്, കെമിക്കൽ റിയാക്ഷൻ. കൊളോയിഡൽ ആഴ്സനിക് സൾഫൈഡ് As2S3. As2S3 ഫോമഡ് ബൈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴിയാണ് ആഴ്സനിക് സൾഫൈഡ് സോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സാധനം ഒന്ന് പഠിച്ചത് ഒരു നെഗറ്റീവ് സോളാണ് കേട്ടോ, ഈ ആഴ്സനിക് സൾഫൈഡ്. സ്ഥിരം നമുക്ക് ചോദിക്കുന്നൊരു സോളാണ്, എല്ലാ എക്സാംസിനും കാണും ഈ സാധനം. ആഴ്സനിക് സൾഫൈഡ് As2S3 നെഗറ്റീവ് സോളാണ്, നെഗറ്റീവ് ചാർജുള്ള സോളാണ്. ഓക്കെ, അതായത് നെഗറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡാണ്, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇനി കൊളോയിഡൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് FeOH ത്രൈസ്. ഫെറിക് ക്ലോറൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആക്കി മാറ്റും. ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾസ്, കെമിക്കൽ കണ്ടൻസേഷന് 3 എക്സാമ്പിൾ. സൾഫർ, ദെൻ കൊളോയിഡൽ സൾഫർ, ആഴ്സനിക് സൾഫൈഡ്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ. രണ്ടാമത്തത് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ സാൾട്ട് ഹൈഡ്രലൈസ്ഡ് ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ് കൊളോയിഡ്സ്. മെറ്റൽ സാൾട്ടുകളെ, ഏതെങ്കിലും മെറ്റലിൻ്റെ സാൾട്ടുകൾ എടുത്തിട്ട് അതിനെ ഹൈഡ്രലൈസ് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റുന്നു, മെറ്റൽ ഹൈഡ്രോക്സൈഡ് കൊളോയിഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ മെറ്റലിനെ എടുക്കുന്നു, ഹൈഡ്രലൈസ് ചെയ്യുന്നു, മെറ്റൽ ഹൈഡ്രോക്സൈഡ് കൊളോയിഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. മെറ്റൽ സാൾട്ടുകൾ എടുത്ത് ഹൈഡ്രലൈസ് ചെയ്ത് മെറ്റൽ കൊളോയിഡുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, 2 FeCl3 അണ്ടർഗോ ഹൈഡ്രോളിസിസ് ടു ഫോം റെഡ് കൊളോയിഡൽ FeOH ത്രൈസ്. FeCl3 ഹൈഡ്രലൈസ് ചെയ്ത് FeOH ത്രൈസ്, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഓക്കെ, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതിൽ തന്നെ ഒരു ഹൈഡ്രോളിസിസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് എക്സാമ്പിൾ എടുക്കാം, കാരണം വെള്ളമാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെയും കൂടെ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് ഓഫ് സോൾവെൻറ്റ്. ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഇൻ വൺ സോൾവെൻറ്റ് ദെൻ ഗ്രാജുവലി ആഡ് നോൺ സോൾവെൻറ്റ്. എക്സാമ്പിൾ സൾഫർ ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ poured into വാട്ടർ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സബ്സ്റ്റൻസിനെ, ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്, ഒരു സോൾവെൻറ്റിൽ നമ്മൾ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കും, എന്നിട്ട് വേറൊരു നോൺ സോൾവെൻറ്റിലോട്ട് അതിനെ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്തെടുക്കും. എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്, സൾഫർ ആൽക്കഹോൾ ഡിസോൾവ് ചെയ്യുന്നു, അതിനെ നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യും. ഇതാണ് ആ മെത്തേഡ്. ഒന്ന് ജസ്റ്റ് മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കെമിക്കൽ കണ്ടൻസേഷൻ ഉണ്ട്, ഹൈഡ്രോളിസിസ് ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫ് സോൾവെന്റ് ഉണ്ട്. നെക്സ്റ്റ് ഡിസ്പേർഷൻ മെത്തേഡ്. ഇതാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നൊരു മെത്തേഡ്, ഡിസ്പേർഷൻ മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയ പാർട്ടിക്കിളിനെ കൊളോയിഡിലോട്ട് കൊണ്ടുവരുമെന്നല്ലേ, ഇവിടെ ആക്ച്വലി വലിയ പാർട്ടിക്കിളിനെ കൊളോയിഡിലോട്ട് കൊണ്ടുവരും. വലിയ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇച്ചിരിയും കൂടെ സസ്പെൻഷൻ ആ സൈഡിലോട്ടൊക്കെ പോകും. അവരെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിളാക്കി മാറ്റും. ഓക്കെ, ബ്രേക്കിംഗ് ലാർജ് പാർട്ടിക്കിൾസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് നിങ്ങൾ ഡിസ്പേർഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വലിയ പാർട്ടിക്കിൾസിനെ ചെറിയ പാർട്ടിക്കിളാക്കി കൺവേർട്ട് ചെയ്യുന്നു, അതാണ് ഡിസ്പേർഷൻ മെത്തേഡ്. അതിൽ മെക്കാനിക്കൽ ഡിസ്പേർഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതിവിടെയാണ് നമുക്ക് ഈ ഗ്രൈൻഡിങ് വരുന്നത്, അൾട്രാസോണിക് വൈബ്രേഷൻസ്, ബ്രിഡ്ജ് ഡിസ്പേർഷൻ വിത്ത് സ്റ്റെബിലൈസർ. ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ, അതായത് മെക്കാനിക്കൽ വർക്ക് യൂസ് ചെയ്ത് നമ്മൾ അവരെ പൊടിച്ചോ അല്ലെങ്കിൽ അത് കണക്കിന് അൾട്രാസോണിക് വൈബ്രേഷൻ വെച്ച് ചെറുതാക്കിയോ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരുന്നു, കൊളോയിഡൽ റേഞ്ചിലോട്ട് കൊണ്ടുവരുന്നു. അതിനെയാണ് നിങ്ങൾ മെക്കാനിക്കൽ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്ക്, എന്താണ് മെക്കാനിക്കൽ ഡിസ്പേർഷൻ എന്നുള്ളത്. ടൈപ്സും ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്തതാണ് പെപ്റ്റൈസേഷൻ, എന്തായാലും വേണം. ഓക്കെ, ഈ ബ്രിഡ്ജ് മെത്തേഡ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, അത് പിന്നെ നോക്കാം. പെപ്റ്റൈസേഷൻ എന്തായാലും വേണം. എന്താണ് പെപ്റ്റൈസേഷൻ എന്ന് നോക്കാം. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ടു കൺവേർട്ട് പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു കൊളോയിഡ്. കണ്ടോ, ആ ടേം ശ്രദ്ധിച്ചോണേ, പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു കൊളോയിഡ്. അതായത് ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റും. തിരിച്ചുണ്ട്, കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്ന പ്രോസസ്സ് ഉണ്ട്, അത് വേറെയാണ്. അപ്പം രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്. ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പെപ്റ്റൈസേഷൻ.
പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളാം. പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പെപ്റ്റൈസേഷൻ. അത് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ കൊളോയിഡാക്കി മാറ്റും. തിരിച്ചു അതേ കണക്ക് തന്നെ കൊളോയിഡിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇലക്ട്രോലൈറ്റിനൊന്നും ആഡ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവർ കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറിക്കോളും. അത് തടയാനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രസിപ്പിറ്റേറ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? കൊളോയിഡാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പം പെപ്റ്റൈസേഷൻ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. സിമ്പിളാണ്, പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റും. തിരിച്ചുള്ള പ്രോസസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. തിരിച്ചുള്ള പ്രോസസ്സ് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അത് പ്രോപ്പർട്ടീസ് ആയിരിക്കും പഠിക്കുന്നത്. അത് കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. അതിനെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലക്വേഷൻ നമ്മൾ പറയും. അത് നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് കൊളോയിഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെപ്റ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വലിയൊരാളെ ഗ്രൈൻഡ് ചെയ്ത് കൊളോയിഡൽ റേഞ്ചിലോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഓക്കെ, ഫോംസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ അറൗണ്ട് പാർട്ടിക്കിൾ. ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കോമൺ പെപ്റ്റൈസിങ് ഏജന്റ് ആയിട്ട് വരുന്നത് HCl ഫോർ ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പെപ്റ്റൈസിങ് ഏജന്റ് HCl ആണ്. അതേ കണക്ക് തന്നെ സൾഫൈഡുകൾക്ക് നമ്മൾ H2S ആണ് യൂസ് ചെയ്യുന്നത്. സൾഫൈഡുകൾക്ക്, മെറ്റൽ സൾഫൈഡുകൾക്ക് നമ്മൾ H2S യൂസ് ചെയ്യും. ഓക്കെ, സ്ഥിരം ചോദിക്കുന്നതാണ്. ഹൈഡ്രോക്സൈഡുകൾക്ക് HCl-ഉം മെറ്റൽ സൾഫൈഡുകൾക്ക് H2S. ദെൻ അടുത്തത് ഇലക്ട്രിക്കൽ ഡിസ്പേർഷൻ ആണ്, ബ്രിഡ്ജ് മെത്തേഡാണ്. ദെൻ ആർക്കിംഗ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഇൻ ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയം ഇലക്ട്രോഡുകൾക്കിടയിൽ ആർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊടുക്കുന്നു. യൂസ്ഡ് ഫോർ മെറ്റാലിക് കൊളോയിഡുകൾക്ക്. മെറ്റാലിക് കൊളോയിഡുകൾക്കാണ് നമ്മൾ ബ്രിഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം മെത്തേഡ് എന്താണെന്നുള്ളത്. 3 മെത്തേഡ് നമ്മൾ പറയുന്നത്. മെക്കാനിക്കൽ മെത്തേഡ് പറഞ്ഞു, ദെൻ പെപ്റ്റൈസേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെപ്റ്റൈസേഷൻ ആണ്. ദെൻ ബ്രിഡ്ജ് മെത്തേഡ് പറഞ്ഞു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്പേർഷൻ പറഞ്ഞു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്ത് നമ്മൾ കൊളോയിഡൽ റേഞ്ചിലോട്ട് കൊണ്ടുവരും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, EDL. എന്താണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ നോക്കാം. ഡെഫിനിഷൻ: an electrical double layer forms on colloidal particle surface due to preferential adsorption of ions. ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൊളോയിഡ് തന്നെ, എല്ലാ കൊളോയിഡ്സിനും ചാർജ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? അത് നമ്മൾ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ പറയാനിരിക്കുന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ കൊളോയിഡുകൾക്കും ചാർജ് ഉണ്ട്. ഈ ചാർജാണ് അവരെ എന്താക്കാതെ കൊയാഗുലേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറാതെ കീപ്പ് ചെയ്യുന്നത്. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ സൾഫർ എന്ന് പറയുന്നൊരു കൊളോയിഡുണ്ട്, സൾഫറിൻ്റെ കൊളോയിഡുണ്ട്. ഈ കൊളോയിഡിൽ എല്ലാം സൾഫർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ ചാർജ് ആയിരിക്കും. സെയിം ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവർ മാക്സിമം ദൂരെ നിൽക്കാൻ നോക്കും, അടുത്ത് വരാൻ നോക്കത്തില്ല. ഇവർ അടുത്ത് വന്ന് കൂടിച്ചേർന്നാലേ കൊളോയിഡായിട്ട് മാറത്തുള്ളൂ. പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അത് തടയുന്നത് ഇവരുടെ ചാർജാണ്. അത് നമ്മൾ പ്രോപ്പർട്ടീസ് പറയാനിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ചാർജ് ഉള്ളത് കൊണ്ട് ഇവർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ആൾക്കാരെ അതിനെ സർഫസിൽ പിടിച്ചു വെക്കും. ഓക്കെ, അങ്ങനെ അടുത്ത ലെയറിനെ പിടിച്ചു വെക്കും, അടുത്ത ചാർജിനെ. അപ്പോൾ ഇവർക്കിടയിൽ ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യും. ആ ഡബിൾ ലെയറിനെയാണ് നിങ്ങൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് വിളിക്കുന്നത്. നോക്കിയോ, an electrical double layer forms on colloidal particle surface due to preferential adsorption of ion. പ്രിഫറബിൾ അഡ്സോർപ്ഷൻ മീൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിനെ അഡ്സോർബ് ചെയ്യുന്നു, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിനെ അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രിഫറൻഷ്യബിൾ ആയിട്ടുള്ള അഡ്സോർപ്ഷൻ വഴി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഇനി പാർട്ടിക്കിൾ സർഫസ് വിത്ത് അഡ്സോർബ്ഡ് അയോൺസ്. സ്റ്റേൺ ലെയർ ഫിക്സഡ് ലെയർ ആണ്. സ്ട്രോങ്ലി അഡ്സോർബ്ഡ് കൗണ്ടർ അയോൺസ്. ഡിസ്റ്റൻസ് 0 to infinity. അതായത് ആദ്യം ഫോം ചെയ്യുന്ന ലെയർ സ്റ്റേൺ ലെയർ ആണ്, അതൊരു ഫിക്സഡ് ലെയർ ആണ്. കാരണം ആ ലെയറിലാണ് നമ്മളുടെ കൊളോയിഡിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ആൾക്കാരെ പിടിച്ചു വെക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഡിഫ്യൂസ് ലെയറാണ്, ഗോയി ലെയർ എന്ന് പറയും. അത്ര ഫിക്സഡ് ആയിട്ടില്ലാത്ത ലെയറാണ്. ലൂസ്ലി ഹെൽഡ് കൗണ്ടർ അയോൺസ്. ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള കൗണ്ടർ അയോൺസ്. കൗണ്ടർ അയോൺ മീൻസ് ആദ്യത്തെ നമ്മുടെ സ്റ്റേൺ ലെയറിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ്, അതാണ് കൗണ്ടർ അയോൺസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റൻസ് del to infinity. ഓക്കെ, എത്ര വേണമെങ്കിലും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ 2 ലെയർ ഉണ്ട്. സ്റ്റേൺ ലെയറും ഉണ്ട്, ഡിഫ്യൂസ് ലെയറും ഉണ്ട്. സ്റ്റേൺ ലെയർ ഒരു ഫിക്സഡ് ലെയറും ഡിഫ്യൂസ് ലെയർ ഗോയി ലെയറും ആണ്. സ്റ്റേൺ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കൊളോയിഡിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെ പിടിച്ചു വെക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസിനെയാണ് ഡിഫ്യൂസ് ലെയർ. അതൊരു ലൂസ്ലി ബൗണ്ടഡ് ആണ്. ഇതൊരു സ്ട്രോങ്ലി അഡ്സോർബ്ഡ് ആണ്. കാരണം സ്ട്രോങ്ലി അഡ്സോർബ്ഡ് ആണ്, അത് കൊളോയിഡാണ് പിടിച്ചു വെക്കുന്നത്. ആ ലെയറിൻ്റെ ആ ചാർജിൻ്റെ അടുത്ത ചാർജിനെയാണ് അടുത്ത ലെയർ പിടിച്ചു വെക്കുന്നത്. ആ ലെയറാണ് ഡിഫ്യൂസ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോണം. സ്റ്റേൺ ലെയറും ഡിഫ്യൂസ് ലെയർ. സ്റ്റേൺ ലെയർ ഫിക്സഡ് ലെയർ, ഫസ്റ്റ് ലെയർ, അതാണ് കൊളോയിഡുമായിട്ട് കോൺടാക്ട് വരുന്ന ആദ്യത്തെ ലെയർ. അതിന് കൊളോയിഡിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. നെക്സ്റ്റ് ഡിഫ്യൂസ് ലെയർ ആണ്, അതൊരു ഗോയി ലെയർ ആണ്. നമ്മുടെ സ്റ്റേൺ ലെയറിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ലെയർ. സ്റ്റേൺ ലെയറിൻ്റെ കൗണ്ടർ അയോൺസ് ആയിരിക്കും ഗോയി ലെയറിൽ വരുന്നത്, അല്ലെങ്കിൽ ഡിഫ്യൂസ് ലെയറിൽ വരുന്നത്. ഓക്കെ ആണല്ലോ, ഇലക്ട്രിക്കൽ ഡബിൾ. നെക്സ്റ്റ് ഫോർമേഷൻ. Colloidal particles preferentially adsorb certain ions.
കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചില അയോൺസിനെ പ്രിഫറൻഷ്യബിളി, അതെന്താ അങ്ങനെ പറയുന്ന, കൊളോയിഡ്സിന് ചാർജ് ഉണ്ട്, അതുകൊണ്ട് കൊളോയിഡ് അതിന് ഇഷ്ടപ്പെട്ട അയോൺസിനെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നു, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ക്രിയേറ്റ് അൺഈക്വൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു അൺഈക്വൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് അയോൺസ് ഫ്രം ദ സൊല്യൂഷൻ ഫോം ഡിഫ്യൂസ്ഡ് ലെയർ. അതിൻ്റെ ഓപ്പോസിറ്റ് അയോൺസ് ആണ് ഏത് ലെയർ ഫോം ചെയ്യുന്നത്? ഡിഫ്യൂസ് ലെയർ ഫോം ചെയ്യും. ഡിഫ്യൂസ് ലെയർ എന്താണെന്ന് അറിയാമല്ലോ, ഡിഫ്യൂസ് ലെയർ ആണ് ഗോയി ലെയർ, രണ്ടാമത്തെ ലെയർ. എക്സാമ്പിൾസ്: ആൻഡ് കൊളോയിഡൽ AU സോൾ പ്രിപ്പയർഡ് ബൈ ഗോൾഡ് ക്ലോറൈഡ് റിഡക്ഷൻ. അപ്പം ഗോൾഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഗോൾഡ് ക്ലോറൈഡ് AuCl3. ഓക്കെ, അപ്പം ആദ്യം AU ആണ്. AU പാർട്ടിക്കിൾ കോർ ഈസ് നെഗറ്റീവ് ആണ്, സോ അബ്സോർബ് Cl- അയോൺസിനെ അബ്സോർബ് ചെയ്യും. ഫിക്സഡ് ലെയർ ഹാസ് അബ്സോർബ്ഡ് Cl- അയോൺസ്, ഡിഫ്യൂസ് ലെയർ ഹാസ് Na+ അയോൺ. കണ്ടോ, അപ്പോൾ ഗോൾഡ് ആദ്യം Cl- അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നു, ആ Cl- അയോണിന്റെ കൗണ്ടർ അയോൺസ് ആയ Na+ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ഗോൾഡാണ് AU, പിന്നെ അതിനകത്തുള്ളത് നെഗറ്റീവ് അയോൺസ് Cl ആണ്, അപ്പോൾ Cl-നെ ആദ്യം അബ്സോർബ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് അയോൺസ് ആയ Na+നെ അതിനുശേഷം അബ്സോർബ് ചെയ്യുന്നു. ആ Na+ എന്ന് പറയുന്നത് നമ്മളുടെ എടുത്തേക്കുന്ന മീഡിയത്തിൽ നിന്ന് വരുന്നതായിരിക്കും കേട്ടോ, Na+. ഇതാണ് എന്താ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളാം എന്താണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണിലോട്ട് പോകുന്നു. സീറ്റ പൊട്ടൻഷ്യൽ. ഈ ഇലക്ട്രിക്കൽ ഡബിൾ ലെയറുമായിട്ട് ബന്ധപ്പെടുന്നൊരു ടേമാണ് സീറ്റ പൊട്ടൻഷ്യൽ. അതായത് ഈ ലെയറുകൾക്കിടയിലുള്ള, അതായത് നമുക്ക് സ്റ്റേൺ ലെയർ ഉണ്ട്, ഡിഫ്യൂസ് ലെയർ ഉണ്ട് അല്ലേ, ഈ രണ്ട് ലെയറുകൾക്കിടയിലുള്ള, അതായത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ലെയർ സ്റ്റേൺ ലെയറും ആൻഡ് ഡിഫ്യൂസ് ലെയർ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കൽ ഡബിൾ ലെയറുകൾക്കിടയിലുള്ള, അതായത് സ്റ്റേൺ ലെയറിനും ഫിക്സഡ് ലെയറിനും ഇടയ്ക്കുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം രണ്ടിനും ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നിങ്ങൾ എന്താണെന്ന് വിളിക്കുന്നത്? സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, ഇനി കീ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മെഷേർഡ് അറ്റ് ബൗണ്ടറി ഓഫ് സ്റ്റേൺ ആൻഡ് ഡിഫ്യൂസ് ലെയർ. സ്റ്റേൺ ലെയറിൻ്റെയും ഡിഫ്യൂസ് ലെയറിൻ്റെ ബൗണ്ടറികളിലാണ് നമ്മളിതിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, റെപ്രസെൻറ്റ് ആക്ച്വൽ ഇലക്ട്രോകൈനറ്റിക് ഫിനോമിനോൺ ഓഫ് കൊളോയിഡൽ. ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സീറ്റ പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ അത് ആക്ച്വലി സീറ്റ പൊട്ടൻഷ്യലാണ്. നോട്ട് ദി സെയിം ആസ് നേൺസ് പൊട്ടൻഷ്യൽ. നേൺസ് പൊട്ടൻഷ്യൽ കണക്കല്ല. നേൺസ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പൊട്ടൻഷ്യലായിട്ട് പാർട്ടിക്കിൾ സർഫസ് ആണ്. ദെൻ റേഞ്ച് +or-25 to +or-100 മൈക്രോവോൾട്ട് ടിപ്പിക്കൽ. വളരെ ചെറുതാണ്, +or-25 to +or-100 മൈക്രോവോൾട്ട് ആണ് വരുന്നത്. സിഗ്നിഫിക്കൻസ്: ഹൈ സീറ്റ പൊട്ടൻഷ്യൽ, ഹൈ സ്റ്റെബിലിറ്റി, പാർട്ടിക്കിൾസ് റിപ്പൽ ഈച്ച് അതർ. കണ്ടോ, സീറ്റ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ 30 മൈക്രോവോൾട്ടിലും കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവർ ഹൈലി സ്റ്റേബിൾ ആണെന്ന്. കാരണം ചാർജ് കൂടുകയാണെങ്കിൽ അവർ അത്രത്തോളം റിപ്പൽ ചെയ്യും, സോ പാർട്ടിക്കിൾസ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, എന്നാൽ സീറ്റ പൊട്ടൻഷ്യൽ ലോ ആണെങ്കിൽ അതിനർത്ഥം ലോ സ്റ്റെബിലിറ്റി ആണ്, ഈസിലി കൊയാഗുലേറ്റ് ചെയ്യും. അവർ പെട്ടെന്ന് കൂടിച്ചേരും, അവർക്ക് ആ റിപ്പൽ ചെയ്യാനുള്ള കഴിവ് കുറവാണ്, ചാർജ് കുറവാണ്, അതുകൊണ്ട് ഒരു പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും. അപ്പോൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡബിൾ ലെയറുമായിട്ട് വരുന്നൊരു ടേമാണ്. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ വരുന്ന ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യലിനെയാണ് നിങ്ങൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇത് ഡിഫ്യൂസ് ലെയറിനും നമ്മളുടെ സ്റ്റേൺ ലെയറിനും ഇടയ്ക്കുള്ള സർഫസുകൾക്കിടയിലുള്ള ബൗണ്ടറിക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത് നമ്മളുടെ നേൺസ് ഇക്വേഷൻസുമായിട്ട് സിമിലർ അല്ല. ഓക്കെ, ദെൻ കോൺസെൻട്രേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ നേൺസ് ഇക്വേഷൻ പറയുന്നത്. ദെൻ സീറ്റ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവർ ഹൈലി സ്റ്റേബിൾ ആണെന്ന്, അവർ പരസ്പരം റിപ്പൽ ചെയ്യും. സീറ്റ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ അവർ ലെസ് സ്റ്റേബിൾ ആണെന്ന് അർത്ഥം, അവർ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും. കൊയാഗുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും, അത് കൊയാഗുലേഷൻ. പ്രസിപ്പിറ്റേറ്റ് കൊളോയിഡ് ആയിട്ട് മാറും, അത് പെപ്റ്റൈസേഷൻ. ഓർത്ത് വെച്ചേക്കാം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സീറ്റ പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: 1. അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത് സീറ്റ പൊട്ടൻഷ്യൽ കുറയ്ക്കുക ചെയ്യുന്നത്. കാരണം ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കൊളോയിഡ് കൂടിച്ചേരാനുള്ള പോസിബിലിറ്റി വരും ഈ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുമായിട്ട്. അപ്പോൾ അത് സീറ്റ പൊട്ടൻഷ്യൽ കുറയ്ക്കത്തേ ഉള്ളൂ. ഓക്കെ, കാരണം ഡബിൾ ലെയർ ഫോം ചെയ്യണമല്ലോ, അതിന് കൊളോയിഡ് ആവശ്യമാണ്. 2. pH ചേഞ്ച്. pH ചേഞ്ച് ചെയ്യുന്നത്, അതായത് അസിഡിക് ബേസിക് റീജിയൻ മാറുന്നത് H+ൻ്റെ OH- അയോൺസിൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടാനുള്ള പോസിബിലിറ്റി വരും. അത് ഡെഫിനറ്റ് ആയിട്ട് നമ്മളുടെ കൊളോയിഡിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ വേറൊരു ഫാക്ടറാണ്. കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറച്ചും കൂടെ അടുത്തടുത്ത് വരാനുള്ള പോസിബിലിറ്റി വരും. ശരിയല്ലേ? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഒരു മാക്സിമം ദൂരം പോകാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ടെമ്പറേച്ചറും ആ മൂവ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ സൊല്യൂഷൻ. അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ, അത് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിലും കൂടുകയാണെങ്കിൽ എല്ലാവരും കൂടെ അടുത്തടുത്ത് വരാനുള്ള പോസിബിലിറ്റി കൂടും അല്ലേ? അതിനൊക്കെ തന്നെ കുറയുന്ന കേസുകൾ മാക്സിമം ദൂരെ നിൽക്കാനുള്ള പോസിബിലിറ്റി ആയിരുന്നു.
സോ ഫാക്ടേഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കാം. pH ചേഞ്ച് അഫക്റ്റ് ചെയ്യും, ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും, കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യും, അത് കണക്ക് തന്നെ ഇലക്ട്രോലൈറ്റ് അഡിഷനും അഫക്റ്റ് ചെയ്യും. അത് ഇലക്ട്രോലൈറ്റ് അഡിഷൻ തീറ്റ പൊട്ടൻഷ്യൽ കുറയ്ക്കുക ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രിപ്പറേഷൻ ആണ് അല്ലേ. പ്രിപ്പറേഷൻ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പ്രിപ്പറേഷന് ശേഷം നമുക്ക് കണ്ടൻസേഷൻ മെത്തേഡും പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഗ്രൈൻഡിങ്ങിൻ്റെ മെത്തേഡും പറഞ്ഞല്ലോ. ചെറിയ പാർട്ടിക്കിളിനെ വലിയ പാർട്ടിക്കിളാക്കുന്നതും പറഞ്ഞു, വലിയ പാർട്ടിക്കിളെ കൊളോയിഡൽ പാർട്ടിക്കിളോട്ട് കൊണ്ടുവരുന്നതും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് ഒന്ന് ടിൻഡാൽ എഫക്റ്റ് ആണ്. ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വിസിബിൾ ആസ് എ ബ്രൈറ്റ് പാത്ത് when light beam passes through the colloid. ഇതൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ഏതാ? ടിൻഡാൽ എഫക്റ്റ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നിങ്ങൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇനി എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ലാർജ് ഇനഫ് ടു സ്കാറ്റർ ലൈറ്റ്. നമ്മുടെ ട്രൂ സൊല്യൂഷൻ ഇല്ലേ, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെക്കാട്ടിയും സൈസ് കുറവാണ് നമ്മുടെ ട്രൂ സൊല്യൂഷൻ. അതൊരു ട്രൂ സൊല്യൂഷൻ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യത്തില്ല, കടത്തിവിടും. ഈ കൊളോയിഡിനെക്കാട്ടിയും സൈസ് കൂടിയ ആൾക്കാരാണ് സസ്പെൻഷൻ ലൈറ്റിനെ കടത്തിവിടത്തില്ല, തടഞ്ഞു വെക്കും. എന്നാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കും, തട്ടിത്തെറിപ്പിക്കും. ആ തട്ടിത്തെറിപ്പിക്കുന്ന പ്രോസസ്സാണ് ടിൻഡാൽ എഫക്റ്റ്. ഓക്കെ, സൈസ് കമ്പയറബിൾ ടു വേവ് ലെങ്ത്. അതായത് നമ്മളുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസും നമ്മൾ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തും കൂടെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ട്രൂ സൊല്യൂഷൻ ലൈറ്റ് പാസസ് ത്രൂ. ട്രൂ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്യും, അവിടെ നമുക്ക് ടിൻഡാൽ എഫക്റ്റ് ഇല്ല. കൊളോയിഡൽ ലൈറ്റ് സ്കാറ്റേർഡ്, ടിൻഡാൽ എഫക്റ്റ് ഉണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്യും, അവിടെ ടിൻഡാൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് ഉള്ള ആൾക്കാർ കൊളോയിഡുകളാണ്. ട്രൂ സൊല്യൂഷനകത്ത് ടിൻഡാൽ എഫക്റ്റ് ഇല്ല, കാരണം അവർ ലൈറ്റിനെ കടത്തിവിടും. ഡിസ്റ്റിങ്ഷൻ: ട്രൂ സൊല്യൂഷൻ നോ ടിൻഡാൽ എഫക്റ്റ്, കൊളോയിഡൽ ഷോ ടിൻഡാൽ എഫക്റ്റ്, സസ്പെൻഷൻ വിസിബിൾ ടർബിഡിറ്റി, പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. അതായത് കൊളോയിഡൽ സൊല്യൂഷനകത്താണെങ്കിൽ അവിടെ ടിൻഡാൽ എഫക്റ്റ് ഉണ്ട്, നമ്മുടെ ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ടിൻഡാൽ എഫക്റ്റ് ഇല്ല, ലൈറ്റിനെ കടത്തിവിടും. സസ്പെൻഷൻ ആണെങ്കിൽ അവിടെ വിസിബിൾ ടർബിഡിറ്റി ഉണ്ട്, കാരണം നമ്മുടെ ചെളി വെള്ളം അതൊരു സസ്പെൻഷൻ എക്സാമ്പിളാണ്. ലൈറ്റ് കടന്നു പോകും ഇല്ല, കാരണം പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്, അതുകൊണ്ട് ലൈറ്റ് കടന്നു പോകത്തില്ല. അവിടെ ടർബിഡിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഇവർ സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യും. ചെളി വെള്ളം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചെളി താഴെ അടിയും, പിന്നെ വെള്ളം മാത്രമാവും. പക്ഷെ എന്നിട്ട് വെള്ളത്തിനൊരു കളർ കാണും ചെളിയുടെ. ശരിയല്ലേ? അത് തന്നെ സംഭവം. നെക്സ്റ്റ്, രണ്ടാമത്തത് ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. ഇതൊരു കൈനറ്റിക് തിയറിയാണ് കൊളോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, റാൻഡം കണ്ടിന്യൂസ് സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ ഫ്ലൂയിഡ്. സിക്സാക് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ്, റാൻഡം ആയിട്ടുള്ള സിക്സാക് ഷേപ്പിലുള്ള മൂവ്മെൻറ്റിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് അൺഈക്വൽ ബൊമ്പാർഡ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഓൺ പാർട്ടിക്കിൾ സർഫസ്. നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് സിക്സാക് മൂവ്മെൻറ്റ് വരുന്നത്. ആ സിക്സാക് മൂവ്മെൻറ്റിനെയാണ് നിങ്ങൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് കോൺസ്റ്റൻ്റ്ലി കൊളോയിഡ് വിത്ത് പാർട്ടിക്കിൾസ്. സോൾവെൻറ്റ് മോളിക്യൂൾസ് ഡിസ്പേർഷൻ മീഡിയം അത് പാർട്ടിക്കിൾസുമായിട്ട് കോൺസ്റ്റൻ്റ്ലി കൊളോയിഡ് ചെയ്യുന്നു. കൊളിഷൻ ഓൺ വൺ സൈഡ് ഗ്രേറ്റർ ദാൻ കൊളിഷൻ ഓൺ ഓപ്പോസിറ്റ് സൈഡ്. ഒരു സൈഡിലുള്ള കൊളിഷൻ അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള കൊളിഷനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ കൊളോയിഡ് ചെയ്തോട്ടേ ഇരിക്കും നോർമൽ. ഓക്കെ, റിസൾട്ട് ഇൻ റാൻഡം മോഷൻ ഇൻ ആൾ ഡയറക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് എല്ലാ ഡയറക്ഷനിലും ഒരു റാൻഡം മോഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്നുകൂടും. അതാണ് ഈ സിക്സാക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻസ്: പ്രിവെൻറ്റ് സെറ്റിൽ ഡൗൺ അണ്ടർ ഗ്രാവിറ്റി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. കാരണം ഇങ്ങനെ ഇടിച്ചിടിച്ച് നടക്കുന്നതുകൊണ്ട് അവർക്ക് അടങ്ങി ഇരുന്നാലേ സെറ്റിൽ ഡൗൺ ആവത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇടിച്ചിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക് മൂവ്മെൻ്റ് ആയ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ഇവർ സെറ്റിൽ ഡൗൺ ചെയ്യില്ല. 2, എവിഡൻസ് ഫോർ മോളിക്കുലാർ തിയറി. മോളിക്കുലാർ തിയറിയുടെ എവിഡൻസ് ആണ് എന്ത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഓക്കെ, മോർ പ്രൊനൗൺസ്ഡ് ഫോർ സ്മാളർ പാർട്ടിക്കിൾ, ഹയർ ടെമ്പറേച്ചർ, ലോവർ വിസ്കോസിറ്റി. ചെറിയ പാർട്ടിക്കിളും ഹയർ ടെമ്പറേച്ചറും ലോവർ വിസ്കോസിറ്റി ആണെങ്കിൽ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. കാരണം വിസ്കോസിറ്റി കുറയും തോറും ഇവർക്ക് മൂവ്മെൻറ്റ് കൂടും, ടെമ്പറേച്ചർ കൂടുന്തോറും ഇവർക്ക് മൂവ്മെൻറ്റ് കൂടും. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ചെറുതാണെങ്കിൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. ഈ മൂവ്മെൻ്റ് എല്ലാം കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കൊളിഷൻസ് കൂടും. കൊളിഷൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്സാക് മൂവ്മെൻറ്റും കൂടും. അപ്പോൾ അതുകൊണ്ട്
ചെറിയ പാർട്ടിക്കിൾ, ഹൈ ടെമ്പറേച്ചർ, ലോവർ വിസ്കോസിറ്റി, ഇതൊക്കെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റിനെ ഫേവർ ചെയ്യുന്നത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യാതെ അത് അങ്ങനെ തന്നെ സ്റ്റേബിളായിട്ടിരിക്കാനുള്ള ഒരു റീസണാണ്. ഇതാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. സിക്സാക്ട് ഷേപ്പിലുള്ള മൂവ്മെൻറ്റുകളെയാണ് നിങ്ങൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, കൊയാഗുലേഷൻ. ഇത് കൊളോയിഡൽ പാർട്ടിക്കിൾസുമായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞു കൊയാഗുലേഷൻ നമ്മൾ പറയുമെന്നുള്ളത്. നമ്മൾ നേരത്തെ പെപ്റ്റൈസേഷൻ പറഞ്ഞു, പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റും. അതൊരു പ്രിപ്പറേഷൻ ടെക്നിക്കാണ്. ഇത് കൊളോയിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. പ്രോസസ് ഓഫ് അഗ്രിഗേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടു ഫോം ലാർജർ പ്രസിപ്പിറ്റേറ്റ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നിങ്ങൾ കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. പ്രോസസ്സിൻ്റെ പേര് കൊയാഗുലേഷൻ. ഓക്കെ, മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊയാഗുലേഷൻ നടന്നു കഴിഞ്ഞാൽ സീറ്റ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. എന്തുകൊണ്ടാണ് സീറ്റ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന? ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിലും തീർന്ന് കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം സീറ്റ പൊട്ടൻഷ്യൽ കുറയും. സീറ്റ പൊട്ടൻഷ്യൽ കുറയുമ്പോൾ അത് അൺസ്റ്റേബിൾ ആകുമെന്നും കൊയാഗുലേഷൻ നടക്കുമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ പാർട്ടിക്കിൾസ് കം ക്ലോസർ ഡ്യൂ ടു വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. ആക്ച്വലി പാർട്ടിക്കിൾസ് അവിടെ ചാർജ് കൊണ്ട് പരസ്പരം റിപ്പിൾ ചെയ്ത് ദൂരെ നിൽക്കുമായിരുന്നു. അതാണ് ഒരു കൊളോയിഡിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കൊയാഗുലേഷൻ നടക്കുന്ന സമയത്ത് വാൻ ഡെർ വാൾ ഫോഴ്സ് വഴി ഇവർ കുറച്ചും കൂടി അടുത്തടുത്ത് വരും. അതായത് ഇടയ്ക്കൊരു അട്രാക്ഷൻ ഫോം ചെയ്യും. ആ അട്രാക്ഷനെ വിളിക്കുന്ന പേര് വാൻ ഡെർ വാൾ ഫോഴ്സ് എന്നാണ്. ഓക്കെ, പാർട്ടിക്കിൾ അഗ്രിഗേറ്റ് ഇൻ ടു ലാർജർ ഫ്ലോക്സ്. പാർട്ടിക്കിൾസ് ലാർജർ പാർട്ടിക്കിൾസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യും. കൊളോയിഡ് ബിക്കം അൺസ്റ്റേബിൾ ആൻഡ് സെറ്റിൽ. കൊളോയിഡ് അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു. ഫൈനലി അവർ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ഒരു സീറ്റ പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ കൊയാഗുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. അവിടെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിനകത്തുള്ള സീറ്റ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അവർ കൊയാഗുലേറ്റ് ചെയ്യുന്നു, അവർ പ്രസിപ്പിറ്റേറ്റ് കൺവേർട്ട് ചെയ്യുന്നു. കോസസ്, അഡിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഏതെങ്കിലും ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അൺസ്റ്റേബിൾ ആയിട്ട് കൊയാഗുലേറ്റ് ചെയ്യും. ദെൻ ഹീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മൂവ്മെൻറ്റ് കൂടും നമ്മൾ പറഞ്ഞു. ഓക്കെ, മൂവ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്തടുത്ത് വന്ന് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ദെൻ മിക്സിങ് വിത്ത് ഓപ്പോസിറ്റ് കൊളോയിഡ്. ഓപ്പോസിറ്റ് കൊളോയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്, അതായത് ഒരു കൊളോയിഡ് ഒരു ചാർജ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള കൊളോയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ദെൻ pH ചേഞ്ച്. ഇതൊക്കെയാണ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്ന? കൊയാഗുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, കൊയാഗുലേഷൻ ക്ലിയർ ആണല്ലോ. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു, ദെൻ കൈനറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു, ഇപ്പോൾ കൊയാഗുലേഷൻ പറഞ്ഞു. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ ടിൻഡാൽ എഫക്റ്റ്, കൈനറ്റിക് ഫിനോമിനോണുള്ള നമ്മൾ പറഞ്ഞത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, ഇപ്പോൾ പറയുന്നത് കൊയാഗുലേഷൻ. നെക്സ്റ്റ്, ഹാർഡി-ഷേർസ് റൂൾ. ഇത് നമ്മുടെ കൊളോയിഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ് ഹാർഡി-ഷേർസ് റൂൾ എന്ന് പറയുന്നത്. റൂൾ എന്താണെന്ന് ഞാൻ പറയാം. സിംപിളി റൂൾ ഇത്രയേ ഉള്ളൂ. കൊയാഗുലേറ്റിംഗ് പവർ, എത്രത്തോളം കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തിട്ടല്ലേ ഇവർ കൊയാഗുലേറ്റ് ചെയ്യുന്ന. ആ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ പവർ എത്രത്തോളം അത് കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ ശക്തി, പവർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓൺ കൊയാഗുലേറ്റിംഗ് അയോൺ. കൊയാഗുലേറ്റിംഗ് അയോണിൻ്റെ ചാർജ് അത് കൂടുന്തോറും കൊയാഗുലേഷൻ പവറും കൂടും. ഇപ്പം Al3+, കാൽഷ്യം 2+, ഇതിനാർക്കാ പവർ കൂടുതൽ? Al3+ന് 3 ആണ് പവർ. അയാൾക്കായിരിക്കും ഹാർഡി-ഷേർസ് റൂൾ അനുസരിച്ച് കൊയാഗുലേഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാനുള്ള, കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവ് കൂടുതൽ. അപ്പം ഈ കഴിവ് തീരുമാനിക്കുന്നത് അതിൻ്റെ എന്താണ്? ആക്ച്വലി ചാർജാണ്. ചാർജ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് കാര്യം. ഈ ഇപ്പം Ca2+, S2-, ഇവർക്ക് രണ്ടുപേർക്കും ചാർജ് ഉണ്ട്. ഒരാൾക്ക് 2+, ഒരാൾക്ക് 2-. ഇതിലാരാണ് കൊയാഗുലേറ്റ് ചെയ്യുന്നത്? രണ്ടുപേരുമാണെന്ന് പറയരുത്. ആ കൊളോയിഡിൻ്റെ ചാർജ് നോക്കുക. കൊളോയിഡിൻ്റെ ചാർജ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് നമ്മളുടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടത്. കൊളോയിഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ വേണം, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺ വേണം. അല്ലാതെ രണ്ടിനും ഒരേ പവറാണെന്ന് പറഞ്ഞു കളയരുത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ നെഗറ്റീവ് കൊളോയിഡ്സ്. കണ്ടോ, നെഗറ്റീവ് കൊളോയിഡുകളുടെ കേസിൽ ഇതാണ്ട ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇതാ Al3+, ബേരിയം 2+, Na+. കണ്ടോ, ചാർജ് കൂടിയാണ് Al3+. നെഗറ്റീവ് ചാർജുകൾക്ക് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റുകളാണ് വേണ്ടത്. അത് കണക്ക് തന്നെ ഫോർ പോസിറ്റീവ് കൊളോയിഡ്സ് ആണെങ്കിൽ PO4 3-, SO4 2-. ചാർജ് കൂടുമ്പോൾ കൊയാഗുലേഷൻ പവർ കൂടും. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒരു ഫാക്ടറും ഇല്ല. ചാർജ് കൂടുമ്പോൾ കൊയാഗുലേഷൻ പവറും കൂടും. ഇതാണ് ഹാർഡി-ഷേർസ് റൂൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫ്ലക്വേഷൻ വാല്യൂ എന്താ നോക്കാം. നമുക്ക് ഡെഫിനിഷൻ ആദ്യം എന്താ നോക്കാം. കൊയാഗുലേഷൻ, ഫ്ലക്വേഷൻ ഏകദേശം ഒരേ കാര്യം തന്നെ. മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് റിക്വയർഡ് ടു കോസ് കൊയാഗുലേഷൻ ഓഫ്
1 ലിറ്റർ ഓഫ് കൊളോയിഡ് ഇൻ 2 hours at 25 degrees Celsius. ഒരു ഡെഫിനിഷനിലോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നു. ഫ്ലക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതിന് ഇങ്ങനെയാണ്: മിനിമം എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്, മില്ലി ലിറ്ററിൽ എത്രത്തോളം ഇലക്ട്രോലൈറ്റ് വേണം, എന്തിനു വേണ്ടിയിട്ടാണ്? കൊയാഗുലേഷൻ ഓഫ് 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ കൊളോയിഡിൻ്റെ സൊല്യൂഷനെ കൊയാഗുലേറ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് ഇലക്ട്രോലൈറ്റ് വേണം, മില്ലി ലിറ്ററിൽ വേണം, ഇൻ 2 hours at 25, 2 മണിക്കൂറിൽ at 25 degrees Celsius. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുത്തേക്കുന്ന കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്രത്തോളം മില്ലി ലിറ്റർ ഇലക്ട്രോലൈറ്റ് വേണം, 1 ലിറ്റർ കൊളോയിഡിനെയാണ്. അതിനെയാണ് നിങ്ങൾ ഫ്ലക്വേഷൻ വാല്യൂ എന്ന് പറയുന്നത്. പ്രസിപ്പിറ്റേറ്റ് ആവുക തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം. 2 മണിക്കൂർ 25 ഡിഗ്രി സെൽഷ്യസ്, 1 ലിറ്റർ കൊളോയിഡ്, എത്ര ml ഇലക്ട്രോലൈറ്റ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്: ഫ്ലക്വേഷൻ വാല്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊയാഗുലേഷൻ പവർ. കൊയാഗുലേഷൻ പവർ കൂടുന്നതിനനുസരിച്ച് ഫ്ലക്വേഷൻ വാല്യൂ കുറയും. അതാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്താ കൊയാഗുലേഷൻ? കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്നു. അതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് 2 മണിക്കൂറിൽ 1 ലിറ്റർ സൊല്യൂഷനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ട ആൾക്കാരുടെ എമൗണ്ട് കുറയും. മീൻസ് ഫ്ലക്വേഷൻ വാല്യൂ കുറയുന്നു. അപ്പം കൊയാഗുലേഷൻ പവർ കൂടിയാൽ അതിനർത്ഥം ആ കൊളോയിഡ് കുറച്ച് മതി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ആ ഇലക്ട്രോലൈറ്റ് കുറച്ച് മതി എന്തിനു വേണ്ടിയിട്ടാണ്? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് ഫ്ലക്വേഷൻ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൊയാഗുലേഷൻ പവറും ഫ്ലക്വേഷൻ വാല്യൂവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. കാരണം കൊയാഗുലേഷൻ പവർ കൂടുന്തോറും കുറച്ച് ഇലക്ട്രോലൈറ്റ് മതി എന്ത് ചെയ്യാനാ? ആ എടുക്കുന്ന ആളെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാനായിട്ട്. അതുകൊണ്ട് ഏത് വാല്യൂ കുറയും? ഫ്ലക്വേഷൻ വാല്യൂ കുറയും. സോ ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഫ്ലക്വേഷനും കൊയാഗുലേഷൻ പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. രണ്ടും ഒരു കാര്യം തന്നെ. കൊളോയിഡ് പ്രസിപ്പിറ്റേറ്റ് മാറുന്ന തന്നെ. പക്ഷേ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ എമൗണ്ട് കാര്യങ്ങളൊന്നും പറയുന്നത്, ജസ്റ്റ് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേഷൻ. പക്ഷേ അതിനകത്ത് നമ്മളൊരു ഒരു കണ്ടീഷൻ കൊണ്ടുവരുന്നു. 2 മണിക്കൂർ 25 ഡിഗ്രി സെൽഷ്യസിൽ 1 ലിറ്റർ കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ എത്ര മില്ലി ലിറ്റർ ഇലക്ട്രോലൈറ്റ് വേണം. അപ്പോൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിന് കൊയാഗുലേഷൻ പവർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അത് കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. കുറച്ച് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്ലക്വേഷൻ വാല്യൂ കുറയുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി ഗോൾഡ് നമ്പർ ഉണ്ട് കേട്ടോ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ലോവർ ഫ്ലക്വേഷൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഹയർ കൊയാഗുലേറ്റി പറയണം. ഫ്ലക്വേഷൻ വാല്യൂ കുറവാണെങ്കിൽ അതിനർത്ഥം കൊയാഗുലേഷൻ പവർ കൂടുതലാണ്. കാരണം ഫ്ലക്വേഷൻ വാല്യൂ കുറവാണെങ്കിൽ അതിനർത്ഥം എടുക്കുന്ന ആൾ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുന്ന. അപ്പോൾ ഒരുപാടൊന്നും എടുക്കേണ്ട, കുറച്ചെടുത്താൽ മതി, പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും. കുറച്ച് മീൻസ് ഫ്ലക്വേഷൻ വാല്യൂ കുറവ്. എക്സാമ്പിൾസ് ഫോർ നെഗറ്റീവ് കൊളോയിഡ്സ്: Al3+ ഫ്ലക്വേഷൻ വാല്യൂ 0.5 ml ആണ്, ഹൈ കൊയാഗുലേഷൻ, കാരണം ചാർജ് കൂടുതലാണ്. Ba2+ 5 ml വേണം, Na+ 50 ml വേണം. കാരണം Al3+ 0.5 ml എടുത്താൽ മതി. 0.5 ml എടുക്കുമ്പോഴത്തേക്ക് 1 ലിറ്റർ സൊല്യൂഷൻ 2 മണിക്കൂറിനുള്ളിൽ കൊയാഗുലേറ്റ് ചെയ്യും. 1 ലിറ്ററിനെ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും. ഇത് 5 ml എടുക്കണം, ഇത് നമ്മൾ 50 ml എടുക്കണം. ഇതെല്ലാം ഹാർഡിഷേഴ്സ് റൂൾ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം ചാർജ് കൂടുന്തോറും കൊയാഗുലേഷൻ പവറും കൂടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോകൈനറ്റിക് പ്രോപ്പർട്ടീസ്. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള പ്രോപ്പർട്ടീസിനെയാണ് നിങ്ങൾ ഇലക്ട്രോകൈനറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസ്, ഇലക്ട്രോകൈനറ്റിക് പ്രോപ്പർട്ടീസ്. നോക്കാം. ഇലക്ട്രോഫോറോസിസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയില്ല, എപ്പോഴും ചോദിക്കും. ഇലക്ട്രോഫോറോസിസും പെപ്റ്റൈസേഷൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. ഇലക്ട്രോഫോറോസ് As2S3 ആർസനിക് സൾഫൈഡ് ഫോർ നെഗറ്റീവ് ഫോർ, അത് ചോദിക്കും. പിന്നെ ഹാർഡിഷേഴ്സ് ഫോർ. ഇലക്ട്രോഫോറോസിസ്: മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടിങ് മീഡിയം. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇലക്ട്രോഫോറോസിസ്. അപ്പം എന്താ ഈ മൂവ് ചെയ്യാൻ കാരണം? കൊളോയിഡിന് ചാർജ് ഉണ്ട്. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചാർജ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജിലോട്ട് അവർ മൂവ് ചെയ്യും. അതിനെയാണ് ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. ഈ ചാർജാണ് ആക്ച്വലി ഇവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതും ഇവരുടെ സ്റ്റെബിലിറ്റിക്കും എല്ലാം കാരണം ഈ ചാർജാണ്. ആ ചാർജ് നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇവർ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നത്. അത് നഷ്ടപ്പെടുത്താനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ആ ഇലക്ട്രോലൈറ്റിൻ്റെ പവർ കൂടുന്തോറും ഇവർ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അവിടെയാണ് നമുക്ക് കൊയാഗുലേഷനും ഹാർഡിഷേഴ്സ് റൂളും ഫ്ലക്വേഷൻ വാല്യൂ എല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി മെക്കാനിസം.
ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ചാർജ്ഡ് ഇലക്ട്രോഡ്സ് അല്ലേ, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആനോട് കാതോട് വെച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ എടുക്കുന്ന അയോൺസ് അതിൻ്റെ ചാർജ് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജിലോട്ട് അവർ മൂവ് ചെയ്യും. ഡയറക്ഷണൽ മൂവ്മെന്റ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് വഴിയുള്ള ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. പക്ഷേ ബ്രൗണിയൻ മൂവ്മെന്റ് കണക്കല്ല. കാരണം ബ്രൗണിയൻ മൂവ്മെന്റ് ഇസ് നോട്ട് എ ഡയറക്ഷണൽ മൂവ്മെന്റ്. അത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മുടെ മീഡിയവുമായിട്ട് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പാർട്ടിക്കിൾസും ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം നമ്മൾ കൂട്ടിയിടിയാണത്. ആ കൂട്ടിയിടികളാണ് നമ്മുടെ ബ്രൗണിയൻ മൂവ്മെന്റിന് കാണും. അതൊരു ഡയറക്ഷണൽ മൂവ്മെന്റ് ഒന്നുമല്ല, ഇന്ന ഡയറക്ഷൻ മാത്രമേ മൂവ് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനല്ല, ഒരു ഡയറക്ഷനിൽ അവർ പോകുന്നത്. കാരണം അവരുടെ ചാർജ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ആ ഒരു ഡയറക്ഷനിലോട്ട്, അതാണ് മൂവ്മെന്റ്. ഓക്കെ, ഇനി വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു സീറ്റ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനും അവർക്കുള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന സീറ്റ പൊട്ടൻഷ്യലിനും വെച്ചിട്ടായിരിക്കും ഇവരുടെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എത്രത്തോളം മൂവ്മെൻറ്റ് ചെയ്യുമോ ആ സ്പീഡ് തീരുമാനിക്കുന്നത് സീറ്റ പൊട്ടൻഷ്യലും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തുമാണ്. ക്ലിയർ ആണല്ലോ ഇലക്ട്രോഫോറോസിസ്? ഓക്കെ, ഒബ്സർവേഷൻ. നെഗറ്റീവ് പോകുന്നത് പോസിറ്റീവിലോട്ടായിരിക്കും, ആനോഡിലോട്ടും. പോസിറ്റീവ് പോകുന്നത് കാതോഡിലോട്ടായിരിക്കും. അതെന്താ ഈ ആനോഡിന് പോസിറ്റീവും കാതോഡിന് നെഗറ്റീവും വരുന്നത്? കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഇലക്ട്രോളിറ്റിക് സെല്ലുകളാണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാതോഡ് നെഗറ്റീവുമാണ്. ഗാൽവനിക് സെല്ലിലാണ് ആനോഡ് നെഗറ്റീവും കാതോഡ് പോസിറ്റീവും. ഓക്കെ, ആപ്ലിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ ഓഫ് സൈൻ ഓഫ് ചാർജ് ഓൺ കൊളോയിഡ് അല്ലേ. ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന കൊളോയിഡിന് എന്ത് ചാർജാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആനോഡിലോട്ട് മൂവ് ചെയ്താൽ നെഗറ്റീവ് ചാർജ്, കാതോഡിലോട്ട് മൂവ് ചെയ്താൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ചാർജ് എത്രയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, 2 ഡിറ്റർമിനേഷൻ ഓഫ് സീറ്റ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഐസോ ഇലക്ട്രിക് പോയിന്റ് തീരുമാനിക്കാൻ. ദെൻ ഇങ്ക് ഓർ പെയിൻറ്റ് സെപ്പറേഷൻ. ദെൻ അതിനൊക്കെ തന്നെ ബയോളജിക്കൽ ആപ്ലിക്കേഷൻ, പ്രോട്ടീൻ ക്യാരക്ടറൈസേഷൻ, ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇലക്ട്രോഫോറോസിസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇലക്ട്രോ ഓസ്മോസിസ്. ഇത് വേറൊരു പ്രോസസ്സാണ്. ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, മറ്റേ സോൾവെൻ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് നിങ്ങൾ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ ഓസ്മോസിസോ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് മൂവ് ചെയ്യിപ്പിക്കുന്നു. നോക്കിക്കോണേ, മൂവ്മെൻറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. കാരണം സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേര് ഡിസ്പേർഷൻ മീഡിയം എന്നാണ്. റിലേറ്റീവ് ടു സ്റ്റേഷനറി ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ഇലക്ട്രിക് ഫീൽഡ്. അതായത് അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്ന സ്റ്റേഷനറി ചാർജ് എന്നൊക്കെ? അതിനർത്ഥം ഡിസ്പേർഷൻ ഫേസ് മൂവ് ചെയ്യുന്നില്ല, ഡിസ്പേർഷൻ മീഡിയ. അതായത് നമ്മളിപ്പം ഓസ്മോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സോൾവെൻ്റ് കൂടിയ സ്ഥലത്തുനിന്ന് സോൾവെൻ്റ് കുറഞ്ഞ സ്ഥലത്തോട്ട് സോൾവെൻ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു, സൊല്യൂട്ട് മൂവ് ചെയ്യില്ല. ശരിയല്ലേ? അതിനെയാണ് നിങ്ങൾ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഇതേ കണക്ക് തന്നെ ഇവിടെ സോൾവെൻ്റ് ഡിസ്പേർഷൻ മീഡിയമാണ്. ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യുന്നു. റിലേറ്റീവ് ടു സ്റ്റേഷനറി ചാർജ്ഡ് എന്താ പാർട്ടിക്കിൾ മീൻസ് ഡിസ്പേർഷൻ ഫേസ് അങ്ങനെ തന്നെയുണ്ട്, അവർ മൂവ് ചെയ്യുന്നില്ല. ഇതിൽ മൂവ് ചെയ്യുന്നില്ലെന്നാണ്, അല്ലാതെ ഒരു ബ്രൗണിയൻ മൂവ്മെൻ്റ് ഒക്കെ അവർക്കുണ്ട്, ഇതിൽ മൂവ് ചെയ്യുന്നില്ല അവർ. അതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോസ്മോസ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രോസ്മോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് അയോൺസ് ഇൻ ഡിഫ്യൂസ് ലെയർ മൂവ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ്. ഡിഫ്യൂസ് ലെയറിലുള്ള ആൾക്കാർ, കാരണം സ്റ്റേൺ ലെയർ അതിനുശേഷം ഡിഫ്യൂസ് ലെയർ, അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഡിഫ്യൂസ് ലെയറാണ്, അപ്പോൾ അതായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഡ്രാഗ് സോൾവെൻ്റ് അലോങ് വിത്ത് ദം. അവർ സോൾവെൻറ്റിനെ കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പിയേഴ്സ് ആസ് ഇഫ് മീഡിയം ഫ്ലോസ്. മീഡിയം ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്കിത് അപ്പിയർ ആവും, കാണാൻ പറ്റുന്നത്. റിലേഷൻ വിത്ത് ഇലക്ട്രോഫോറോസിസ് പാർട്ടിക്കിൾ മൂവ് മീഡിയം സ്റ്റേഷനറി. പാർട്ടിക്കിൾ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ, മീഡിയം മൂവ് ചെയ്യില്ല. പക്ഷേ ഇലക്ട്രോ ഓസ്മോസിസിൽ മീഡിയം മൂവ് ചെയ്യും, പാർട്ടിക്കിൾ മൂവ് ചെയ്യത്തില്ല. ഇതാണ് നമ്മുടെ വ്യത്യാസം. ഇലക്ട്രോഫോറോസിസിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യും, മീഡിയം മൂവ് ചെയ്യത്തില്ല. ഇലക്ട്രോ ഓസ്മോസിസിൽ മീഡിയം മൂവ് ചെയ്യും, പാർട്ടിക്കിൾ മൂവ് ചെയ്യത്തില്ല. ഓക്കെ, റിവേഴ്സ് ഫിനോമിനോൺ ഓഫ് ഈച്ച് അതർ. രണ്ടും റിവേഴ്സ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ യൂസ് ഇൻ ലെതർ, ക്ലോത്ത് ഡൈയിങ്, സെപ്പറേഷൻ ഓഫ് ഓയിൽ ഫ്രം വാട്ടർ. ഇതിനൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യും. ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഷോർട്ട് നോട്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചോദിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി സെറ്റാക്കി വെച്ചേക്കാം. ഇലക്ട്രോഫോറോസിസ് അയോൺസ് മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഇൻഫ്ലുവൻസിൽ, ഇലക്ട്രോ ഓസ്മോസിസ് ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരിടത്ത് ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യുന്നത് ഇലക്ട്രോ ഓസ്മോസിസ്, അയോൺസ് മൂവ് ചെയ്യുന്നില്ല. ഇലക്ട്രോഫോറോസിസിൽ അയോൺസ് മൂവ് ചെയ്യുന്നു, ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യുന്നു. ഓപ്പോസിറ്റാണ് പരസ്പരം. ഓക്കെ, ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ.
പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് മീഡിയം. പാർട്ടിക്കിളിൻ്റെയും മീഡിയത്തിൻ്റെയും റിലേറ്റീവ് മോഷൻ വഴി അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് നിങ്ങൾ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ കൈനറ്റിക് ഫിനോമിന എന്താണെന്ന് മനസ്സിലായല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്നു. അപ്പം ആ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ആ മീഡിയവും അയോൺസും ആണല്ലോ മൂവ് ചെയ്യുന്നത്. അയോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോഫോറോസിസ്, മീഡിയം മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോഓസ്മോസിസ്. അപ്പോൾ അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, മെഷേർഡ് ബൈ ഇലക്ട്രോഫോറോസിസ് ഓർ ഇലക്ട്രോഓസ്മോസിസ് റിലേറ്റഡ് ടു സീറ്റ പൊട്ടൻഷ്യൽ. ഇലക്ട്രോഓസ്മോസിസോ ഇലക്ട്രോഫോറോസിസോ വഴി മെഷർ ചെയ്യുന്നു, സീറ്റ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതാണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. ഇത് നമ്മളുടെ സിലബസിൽ എടുത്തു പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്താണെന്നുള്ളത്. ഡെഫിനിഷൻ: ലയോഫിലിക് കൊളോയിഡ് ദാറ്റ് പ്രിവെൻറ്റ് കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് കൊളോയിഡ് വെൻ മിക്സഡ് വിത്ത് ദം. ഞാനിത് ഓൾറെഡി പറഞ്ഞതാണ്. ലയോഫിലിക് കൊളോയിഡുകളെല്ലാം സ്ട്രോങ് അട്രാക്റ്റീവ് കൊളോയിഡുകളാണ്. ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് നല്ല അഫിനിറ്റിയാണ്. അപ്പോൾ അവരെ നമ്മൾ സ്റ്റേബിൾ ആക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഓൾറെഡി സ്റ്റേബിളാണ്. ആരാ സ്റ്റേബിൾ അല്ലാത്തത്? ലയോഫോബിക് കൊളോയിഡുകളാണ്. ഇവർ അൺസ്റ്റേബിളാണ്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കണം. സ്റ്റേബിൾ ആക്കാൻ നമ്മൾ പ്രത്യേകം ടെക്നിക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും ഇവരെ സ്റ്റേബിൾ ആക്കാനാണ്. ആ പ്രത്യേകം ടെക്നിക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ലയോഫിലിക് കൊളോയിഡുകളെ ആഡ് ചെയ്യുന്നു. ആ ലയോഫിലിക് കൊളോയിഡുകൾ ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡുകൾ പോലെ ആക്ട് ചെയ്ത് ലയോഫോബിക്ക് കൂടി ചേർന്ന് അവർ ഇഷ്ടമല്ലല്ലോ അവർക്ക് നിൽക്കാനായിട്ട്, ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് അഫിനിറ്റി ഒന്നുമില്ല. അപ്പോൾ അവർ കൂടി ചേരാതിരിക്കാൻ ഈ ലയോഫിലിക് കൊളോയിഡുകൾ ഹെൽപ്പ് ചെയ്യും. ആ കൊളോയിഡുകളെയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗോൾഡ് നമ്പറൊക്കെ വരുന്നത് കേട്ടോ. മെക്കാനിസം: പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് അബ്സോർബ് ഓൺ ലയോഫോബിക് പാർട്ടിക്കിൾ സർഫസ്. ഈ പ്രൊട്ടക്റ്റീവ് കൊളോയിഡുകൾ ലയോഫോബിക്കിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു? അബ്സോർബ്ഡ് ആവുന്നു. കൺവേർട്സ് പാർട്ടിക്കിൾ വിത്ത് ലയോഫിലിക് ലെയർ, ഇൻക്രീസ് എഫക്റ്റീവ് തിക്നെസ് ഓഫ് ഡബിൾ ലെയർ, സ്റ്റെബിലൈസസ് ദി ലയോഫോബിക് കൊളോയിഡ്. ഡബിൾ ലെയറിൻ്റെ തിക്നെസ് ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ലയോഫോബിക് കൊളോയിഡിനെ സ്റ്റെബിലൈസ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞു ലയോഫോബിക് കൊളോയിഡുകൾക്ക് സീറ്റ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, അവർ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡബിൾ ലെയറിൻ്റെ തിക്നെസ് ഒക്കെ കൂട്ടി സീറ്റ പൊട്ടൻഷ്യലൊക്കെ ഒന്ന് കൂട്ടി അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കുകയാണ് ലയോഫിലിക് കൊളോയിഡുകൾ ചെയ്യുന്നത് സർഫസിൽ അബ്സോർബ്ഡ് ആയിട്ട്. ഗോൾഡ് നമ്പർ: ഈ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്റ്റീവ് കൊളോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡുമായിട്ട് തൊട്ട് മുന്നേ പറഞ്ഞ ഫ്ലക്യുലേഷൻ വാല്യൂവും കൊയാഗുലേഷനും ഒക്കെ പ്രസിപ്പിറ്റേഷൻ പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ശരിയല്ലേ? ഫ്ലക്യുലേഷനും പിന്നെ അതേ കണക്ക് തന്നെ കൊയാഗുലേഷൻ വാല്യൂലും പ്രസിപ്പിറ്റേഷൻ്റെ പവറുമായിട്ട്. ഇത് പ്രസിപ്പിറ്റേഷൻ ചെയ്യാതിരിക്കാനുള്ള പവറാണ്, പ്രസിപ്പിറ്റേഷൻ ആവാതിരിക്കാനുള്ള പവറാണ് ഗോൾഡ് നമ്പർ. ഓക്കെ, മറ്റേ ഹാർഡിഷേഴ്സ് റൂൾ എല്ലാം ഈ പ്രസിപ്പിറ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗോൾഡ് നമ്പർ പ്രസിപ്പിറ്റേഷൻ ചെയ്യാതിരിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. റൈറ്റ്, ഗോൾഡ് നമ്പർ. മെഷർ ദി പ്രൊട്ടക്റ്റിംഗ് പവർ ഓഫ് കൊളോയിഡ്. ഒരു കൊളോയിഡ് എത്രത്തോളം പ്രൊട്ടക്റ്റീവാണ്, മീൻസ് ലയോഫിലിക്ക് എത്രത്തോളം പ്രൊട്ടക്റ്റീവാണ്, അത് മെഷർ ചെയ്യുന്നതിനെയാണ് നിങ്ങൾ ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. എത്രത്തോളം ഒരു പ്രൊട്ടക്റ്റീവാണ്, ആ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആ കേസിനെയാണ് നിങ്ങൾ ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കാം. മിനിമം മാസ് മില്ലിഗ്രാം ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് റിക്വയർഡ് ടു പ്രിവെൻറ്റ് കൊയാഗുലേഷൻ ഓഫ് 10 ml സ്റ്റാൻഡേർഡ് ഗോൾഡ് സോൾ ഓൺ അഡിഷൻ ഓഫ് 1 ml NaCl സൊല്യൂഷൻ. 1 ml NaCl സൊല്യൂഷൻ നമ്മൾ 10 ml ഗോൾഡ് സോളിലോട്ട് ആഡ് ചെയ്താൽ അത് കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ എത്രത്തോളം പ്രൊട്ടക്റ്റീവ് കൊളോയിഡിനെ നമുക്ക് ആവശ്യമായിട്ട് വരും, അതിനെയാണ് നിങ്ങൾ ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പം എത്രത്തോളം, എത്ര മീൻസ് എത്ര മില്ലിഗ്രാം, എത്ര മാസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? 10 ml ഗോൾഡ് സോളിൻ്റെ കൊയാഗുലേഷൻ തടയാൻ. എപ്പോഴും എന്തിനാ ഈ കൊയാഗുലേഷൻ തടയുന്നത്? കാരണം നമ്മൾ 1 ml NaCl സൊല്യൂഷൻ ഈ ഗോൾഡിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും? കൊയാഗുലേറ്റ് ചെയ്യും. ആ കൊയാഗുലേഷൻ തടയാൻ നമ്മൾ എത്രത്തോളം ലയോഫിലിക്കിനെ ആഡ് ചെയ്യണം, അതിനെയാണ് നിങ്ങൾ ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം എന്നാണ്. അപ്പം എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് അത്രത്തോളം ഗോൾഡ് നമ്പർ കുറയുന്നതിനനുസരിച്ച് അത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. കാരണം ഗോൾഡ് നമ്പർ കുറയുന്നത് കുറച്ച് കൊളോയിഡ് മതി, അതങ്ങ് പ്രൊട്ടക്റ്റഡ് ആയിക്കോളും. ഗോൾഡ് നമ്പർ കൂടിയാൽ കൂടുതൽ കൊളോയിഡ് വേണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഗോൾഡ് നമ്പർ കൂടിയതിനർത്ഥം അവർ അത്ര പവർഫുള്ളായൊരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് അല്ലെന്ന് അർത്ഥം. കാരണം കുറച്ച് ആഡ് ചെയ്താൽ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനർത്ഥം അവർ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡാണ്. ഓക്കെ, ലോവർ ഗോൾഡ് നമ്പർ ഹയർ പ്രൊട്ടക്റ്റിംഗ് പവർ. കണ്ടു, ഗോൾഡ് നമ്പർ കുറയുന്നതിനനുസരിച്ച് പ്രൊട്ടക്റ്റിംഗ് പവർ കൂടും. ഗോൾഡ് നമ്പർ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മതി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഗോൾഡ് നമ്പർ കൂടുന്തോറും പ്രൊട്ടക്റ്റിംഗ് പവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് എക്സാമ്പിൾസ്. ഇവിടെ നമ്മൾ കോമൺലി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ജെലാറ്റിനാണ് ഒരു നല്ലൊരു പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്, എക്സലൻറ്റ് പ്രൊട്ടക്ടറാണ്. ഗോൾഡ് നമ്പർ 0.005 0.01 മില്ലിഗ്രാമിന് ഇടയ്ക്കാണ്. മില്ലിഗ്രാമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ദെൻ സ്റ്റാർച്ച്, ദെൻ എഗ് ആൽബുമിൻ, ഗോൾഡ് നമ്പർ 0.1 to 0.2 ആണ്. ഗം അറബിക്, ഗോൾഡ് നമ്പർ 0.1 ആണ്. കണ്ടോ, അതായത് ജെലാറ്റിൻ, എഗ് ആൽബുമിൻ, ഗം അറബിക്, സ്റ്റാർച്ച്. കോമൺലി യൂസ് ചെയ്യുന്ന 4 ആൾക്കാരാണ്, അതുകൊണ്ടാണ് 4 പേര് മാത്രമുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ജെലാറ്റിൻ, പിന്നെ എഗ് ആൽബുമിൻ മുട്ടയുടെ പ്രോട്ടീൻ, ദെൻ ഗം അറബിക്, സ്റ്റാർച്ച്. ജെലാറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചാണ്. പിന്നെ എഗ് ആൽബുമിനും ഗം അറബിക്. ഓക്കെ, നെക്സ്റ്റ് എമൾഷൻ. എമൾഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. എമൾഷൻ ലിക്വിഡ് സൊല്യൂഷനുകളെയാണ് നമ്മൾ എമൾഷൻ. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡാണ് അല്ലേ. നോക്കാം. കൊളോയിഡ് ഇൻ വിച്ച് ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ബോത്ത് ലിക്വിഡ്സ് ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ. രണ്ടും ലിക്വിഡാണ്, അത് മാത്രമല്ല ഇമ്മിസിബിൾ ആണ്. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തില്ല, രണ്ടും കൂടെ മിക്സ് ചെയ്യാതെ കിടക്കും. അവരെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? എമൾഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ, ഇവരെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? എമൾഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ, ഇവരെയാണ് നിങ്ങൾ എമൾഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് 2 ടൈപ്പ് എമൾഷൻസ് ആണ് വരുന്നത്. ഓയിൽ ഇൻ വാട്ടർ എമൾഷനും വാട്ടർ ഇൻ ഓയിൽ എമൾഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും രണ്ടും നോക്കാം. ഓയിൽ ഇൻ വാട്ടർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരാളാണ്. നമ്മളുടെ പാല് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഓയിൽ ഇൻ വാട്ടർ. പിന്നെ നമ്മൾ സ്ഥിരം ഇപ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാത്ത, നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാത്ത ഒരാളുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ കഴിക്കുന്നതാണ്. മന്തി അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്ന മയണൈസ്, ആ സാധനവും ഓയിൽ ഇൻ വാട്ടറാണ്. ഓക്കെ, നോക്കാം. എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മിൽക്ക്, ക്രീം, മയണൈസ്, ഇതൊക്കെ ഓയിൽ ഇൻ വാട്ടറാണ്. ഇനി വാട്ടർ ഇൻ ഓയിൽ എക്സാമ്പിൾ ഉണ്ട്. ബട്ടർ, കോൾഡ് ക്രീം, അതൊക്കെ എന്താ? ഓയിൽ ഇൻ വാട്ടറാണ്. നോക്കാം. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. കണ്ടോ, ഓയില് വെള്ളത്തിൽ. ഓയിൽ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഓയിൽ വെള്ളത്തിൽ. വാട്ടർ ഈസ് കണ്ടിന്യൂസ് ഫേസ്. വാട്ടർ ഒരു കണ്ടിന്യൂസ് ഫേസ് ആണ്. മിൽക്ക്, ക്രീം, മയണൈസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. മോർ കോമൺ ഇൻ ഫുഡ് ആൻഡ് കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സിലും ഫുഡിലും കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഹൈഡ്രോഫിലിക് എക്സ്റ്റീരിയർ ആണ്. എക്സ്റ്റീരിയർ ഹൈഡ്രോഫിലിക് ആണ്. ഓക്കെ, ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് അട്രാക്ഷൻ ഉള്ള ആൾക്കാരെന്നാണ്. ഓക്കെ, ഓയിൽ നമ്പർ മില്ലിഗ്രാം ഓഫ് ഓയിൽ പ്രിവെൻറ്റഡ് ഫ്രം കോയിൽ സീൻ ബൈ 1 milligram ഓഫ് എമൾസിഫയർ. 1 milligram എമൾസിഫയർ നമ്മൾ കോയിൽസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ എമൗണ്ട്, അതിനാണ് ഓയിൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് അങ്ങനെ ഓയിൽ നമ്പർ ചോദിച്ചിട്ടൊന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓയിലിനും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓയിൽ നമ്പർ വരുന്നത്. ദെൻ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൾഷനാണ്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിലാണ്. ഓയിൽ ഈസ് എ കണ്ടിന്യൂസ് ഫേസ്. ഇവിടെ വാട്ടർ കണ്ടിന്യൂസ് ഫേസ്, ഇവിടെ ഓയിൽ കണ്ടിന്യൂസ് ഫേസുമാണ്. ബട്ടറും ക്രീമൊക്കെ എക്സാമ്പിളാണ്. ലയോഫിലിക് ഇൻറ്റീരിയർ ആണ്. ഇത് ഹൈഡ്രോഫിലിക് ആണ്, വെള്ളവുമായിട്ട് സ്ട്രോങ് അട്രാക്ഷൻ വരുന്നത്, അതാണ് ഹൈഡ്രോഫിലിക്. ഇത് ലിപ്പോഫിലിക് ഇൻറ്റീരിയർ ആണ്. ലിപ്പോഫിലിക് ഇൻറ്റീരിയർ അല്ല, എക്സ്റ്റീരിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഓയിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓയിൽ ഇൻ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ടേമാണ്. നിങ്ങൾ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് 1 milligram എമൾസിഫയർ, അതായത് നമ്മളുടെ ഈ അവർ കൊയാഗുലേറ്റ് ചെയ്യാതെ, കോയിൽ സീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടിച്ചേരുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാല്യൂ, അതിനെയാണ് നിങ്ങൾ ഓയിൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അത് ഓയിൽ ഇൻ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അതിനൊക്കെ ഇവിടെ വാട്ടർ നമ്പർ മീൻസ് എത്രത്തോളം വാട്ടർ വേണം എന്തിനാ ആ കോയിൽ സീൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. 1 milligram എമൾസിഫയറിന് കോയിൽ സീൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം വാട്ടർ വേണം, അതാണ് വാട്ടർ നമ്പർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ബട്ടർ ക്രീം. ലിപ്പോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലവിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലവിങ്, അതായത് ഓയിൽ ഇൻ വാട്ടറിൻ്റെ പുറം വെള്ളം ലവിങ് ആയിട്ടുള്ളതും വാട്ടർ ഇൻ ഓയിലിൻ്റെ പുറം ലിപ്പോഫിലിക്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് അതിനെയൊക്കെ ലവ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചോണേ. എമൾസിഫയിങ് ഏജൻറ്റ്സ് നോക്കാം. ടൈപ്സ്. സർഫക്റ്റൻസ്, സർഫസ് ആക്റ്റീവ് ഏജൻസ് ആയിട്ടുള്ള സോപ്പ്, ഫാറ്റി ആസിഡ്സ്, സോഡിയം സിയറേറ്റ്, ഡിറ്റർജൻസ്, സിന്തറ്റിക് സർഫക്റ്റൻസ്, പ്രോട്ടീൻസ്, എഗ് ആൽബുമിൻ, ജെലാറ്റിൻ. എമൾസിഫയിങ് ടൈപ്പ് ഡിറ്റർമൈൻഡ് ബൈ HLB, ഹൈഡ്രോഫിലിക്, ലിപ്പോഫിലിക്, ബാലൻസ്. എമൾസിഫിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം എമൾസിഫയർ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ എമൾഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് നമ്മൾ എമൾസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എമൾഷൻ ഉണ്ടാക്കിയെടുക്കുന്നു, ഓയിലിൻ വാട്ടറും വാട്ടറിൻ്റെ ഓയിലും ഉണ്ടാക്കിയെടുക്കും. അതിൽ ആദ്യം സർഫക്റ്റൻസ്, എമൾസിഫയിങ് ഏജൻസ്, അത് നടത്താൻ യൂസ് ചെയ്യുന്ന ഏജൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്പ് ആദ്യം സർഫക്റ്റൻസ് ആണ്. സർഫക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സർഫസ് ആക്റ്റീവ് ഏജൻസ് ആണ്. സോപ്പ്, ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ ആൾക്കാർ, ഡിറ്റർജൻസിൽ സിന്തറ്റിക്
സർഫക്റ്റൻസ്, പ്രോട്ടീനിലെ എഗ് ആൽബുമിൻ, ജെലാറ്റിൻ, എമൾസിഫൈങ് ടൈപ്പ് ഡിറ്റർമൈൻഡ് ബൈ HLB, ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ്. അത് വെച്ചിട്ടാണ് നമ്മൾ എമൾസിഫൈങ് ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ മെക്കാനിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് ഫൈനലി ഡിവൈഡഡ് സോളിഡ്സ് ഉണ്ട്, ടാൾക്ക്, സിലിക്ക പാർട്ടിക്കിൾസ് ഉണ്ട്, ഫോം ലെയർ എറൗണ്ട് ഡ്രോപ്ലെറ്റ്സ്. ഇതെല്ലാം നമ്മളുടെ എമൾസിഫയിങ് ഏജൻസിനെ പറ്റി പറയുന്നതാണ്. മെക്കാനിസമായിട്ട് സർഫക്റ്റൻസ് മോളിക്യൂൾസ് അറ്റ് ഓയിൽ വാട്ടർ ഇൻ്റർഫിയർ, ഹൈഡ്രോഫിലിക് ഹെഡ് ഇൻ അക്വസ് ഫേസ്, ഹൈഡ്രോഫിലിക് ഹെഡ്, ഓക്കെ, ഹൈഡ്രോഫോബിക് ടെയിൽ ഇൻ ഓയിൽ ഫേസ്, ഹൈഡ്രോഫോബിക് ടെയിലാണ് ഓയിൽ ഫേസിൽ. അതാണ് നമ്മളുടെ വെള്ളം ഇഷ്ടപ്പെടാത്ത, ഓയിലും ഗ്രീസും ഒക്കെ ഇഷ്ടപ്പെടുന്നത്. ഇത് വെള്ളം ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ദെൻ റെഡ്യൂസസ് ഇൻ്റർഫേഷ്യൽ ടെൻഷൻസ്, പ്രിവെൻറ്റ്സ് കോയിൽസീസ്, അതായത് നമ്മളുടെ കൊയാഗുലേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ്, കൂടിച്ചിരുന്നത് പ്രിവെൻറ്റ്, എന്നിട്ട് എമൾഷനായിട്ട് തന്നെ കീപ്പ് ചെയ്യും. ജെല്ലും നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ജെല്ലെന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ, ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം എന്താണെന്ന് പറഞ്ഞായിരുന്നു. ലിക്വിഡ് ഇൻ സോളിഡ് കൊളോയിഡ്, ലിക്വിഡ് സോളിഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത്, അതിനാണ് ജെല്ലെന്ന് വിളിക്കുന്നത്. അതായത് പുറമേ സോളിഡ് ആയിരിക്കും, ഉള്ളിൽ ലിക്വിഡ് ആയിരിക്കും. ജെല്ല് കഴിച്ചിട്ടില്ലേ നമ്മൾ, ജെല്ലിയൊക്കെ ആ സാധനം തന്നെ. ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ ജെല്ലെന്ന് വിളിക്കുന്നത്. ഓക്കെ, colloidal system where solid forms continuous network phase and liquid fills the space within the network. സോളിഡ് ആയിരിക്കും ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്ന, ആ നെറ്റ്വർക്കിനകത്ത് ലിക്വിഡ് ഫിൽ ആവുന്നു, അതിനെയാണ് നിങ്ങൾ ജെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടൈപ്പ് ഇലാസ്റ്റിക് ജെല്ലുണ്ട്, ഈസിലി റിവേഴ്സിബിൾ ആയിട്ടുള്ള, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള, റീഗെയിൻ ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡീഫോർമേഷൻ, ഡീഫോർമേഷൻ സംഭവിച്ചാലും ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന, ജെലാറ്റിൻ ജെല്ല്, അഗർ ജെല്ല്, അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ്. ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഫോഴ്സ് വഴി ഹെൽഡ് ടുഗദർ അയക്കുന്ന, ഡീഫോർമേഷൻ നടന്നാലും പെട്ടെന്ന് റീഗെയിൻ ആവുന്ന, റിവേഴ്സിബിൾ ആയിട്ടുള്ള ജെലാറ്റിൻ ജെല്ല്, അഗർ ജെല്ല് തുടങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ ഇലാസ്റ്റിക് ജെല്ല് എന്ന് വിളിക്കുന്നത്. രണ്ട് റിജിഡ് ജെല്ലാണ്. ഇലാസ്റ്റിക് ജെല്ല് നമ്മളിങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫോം ചെയ്ത് എപ്പോൾ ആണെങ്കിലും തിരിച്ചു വരാം. റിജിഡ് ജെല്ല് നോട്ട് ഈസിലി റിവേഴ്സിബിൾ, പെട്ടെന്ന് റിവേഴ്സിബിൾ ആവില്ല. ഡു നോട്ട് റീഗെയിൻ ഷേപ്പ് ഈസിലി, പെട്ടെന്ന് ഷേപ്പ് റീഗെയിൻ ചെയ്യില്ല. സിലിക്ക ജെല്ല്, അലൂമിന ജെല്ല് തുടങ്ങിയ ആൾക്കാർ. സ്ട്രോങ് കെമിക്കൽ ബോണ്ടിങ് ആണ് അവർക്ക് എടുക്കുന്നത്. ഈ സ്ട്രോങ് കെമിക്കൽ ബോണ്ടിങ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് റീഗെയിൻ ചെയ്ത് വരാൻ പറ്റാത്തത്. ഇവിടെ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് റീഗെയിൻ ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പം ജെല്ല് ഇലാസ്റ്റിക്കും ഉണ്ട്, റിജിഡ് ജെല്ലും ഉണ്ട്. പെട്ടെന്ന് റീഗെയിൻ ആവുന്നത് ഇലാസ്റ്റിക് ജെല്ലും, പെട്ടെന്ന് റീഗെയിൻ ആവാത്തത് എന്താ നമ്മളുടെ റിജിഡ് ജെല്ല്. പെട്ടെന്ന് റീഗെയിൻ ആവാത്തതിന് കാരണം റിജിഡ് ജെല്ലിൽ കെമിക്കൽ ബോണ്ടിങ്ങിലും മറ്റേടുത്ത് വീക്ക് വാണ്ടർവാൾ ഫോഴ്സുമാണ്. സിനർജിസ് ഇത് നമ്മളുടെ ജെല്ലുമായിട്ട് ബന്ധപ്പെടുന്ന ടേമാണ്. സ്പോണ്ടേനിയസ് എക്സുഡേക്കേഷൻ ഓഫ് ലിക്വിഡ് ഫ്രം ജെൽ, ഷ്രിങ്കേജ് ഓഫ് ജെൽ വിത്ത് എക്സ്പൾഷൻ ഓഫ് ലിക്വിഡ്. ജെല്ലിൽ നിന്ന് ലിക്വിഡ് പുറത്ത് പോയിട്ട് ജെല്ലി ഷ്രിങ്ക് ആവുന്നു, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിനർജിസ്. അപ്പം നമ്മളുടെ ജെല്ലിനകത്ത്, ജെല്ലിന് സോളിഡ് നെറ്റ്വർക്കാണ്, അതിനകത്ത് ലിക്വിഡാണുള്ളത്. ആ ലിക്വിഡ് പുറത്തോട്ട് പോയിട്ട് ജെല്ലി ഷ്രിങ്ക് ആവുന്നു, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിനർജിസ്. ഓക്കെ, കോൺട്രാക്ഷൻ ഓഫ് കൊളോയിഡൽ നെറ്റ്വർക്ക് കോൺട്രാക്റ്റഡ് ആവുന്നു, അതുവഴി ലിക്വിഡ് പുറത്തോട്ട് പോകുന്നു. ഇൻക്രീസ് ഇൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നു, അപ്പോഴും ഷ്രിങ്ക് ആവും. ഡിക്രീസ് ഇൻ ഹൈഡ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, ഹൈഡ്രേഷൻ കുറയുന്നു, വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുന്നു. എക്സാമ്പിൾ ജെല്ലി ലൂസിങ് വാട്ടർ ഓൺ സ്റ്റാൻഡിങ്, ജെലാറ്റിൻ ജെല്ലി ഷ്രിങ്ക്. ജെല്ലി നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെള്ളം പോവും, അതുകണക്ക് തന്നെ ജെലാറ്റിൻ ജെല്ലി ഷ്രിങ്ക് ചെയ്യുന്നത്, അതൊക്കെ എൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇൻഹിബിഷൻ, റിവേഴ്സ് പ്രോസസ്, അബ്സോർപ്ഷൻ ഓഫ് ലിക്വിഡ് ബൈ ജെൽ, അതായത് ഇതിൻ്റെ റിവേഴ്സ്. ഇപ്പം സിനർജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പുറത്ത് പോകുന്നില്ലേ, വെള്ളം അകത്തോടെടുക്കുന്ന പ്രോസസ്സിനാണ് നിങ്ങൾ ഇംബിബിഷൻ എന്ന് വിളിക്കുന്നത്. സിനർജിസിൻ്റെ ഓപ്പോസിറ്റ് ഇംബിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെല്ല് വെള്ളത്തിൽ എടുക്കുന്ന പ്രോസസ്സ്, അതിനാണ് ഇംബിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിനർജിസും ഇംബിബിഷൻ ഓർത്ത് വെച്ചോടെ. സിനർജിസ് ജെല്ലിൽ നിന്ന് വെള്ളം പോകുന്നത്, ഇംബിബിഷൻ എന്ന് പറഞ്ഞാൽ ജെല്ല് വെള്ളം എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മിസെല്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റഡ് മോളിക്യൂൾസിനാണ് നമ്മൾ മിസെല്ലീസ് എന്ന് വിളിക്കുന്നത്. ഈ മിസെല്ലീസ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ സോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നത് മിസെല്ലി ഫോർമേഷൻ വഴിയാണ്. സോപ്പൊക്കെ അഴുക്ക് ക്ലീൻ ചെയ്യുന്നത് മിസെല്ലി ഫോർമേഷൻ വഴിയാണ്. അഗ്രിഗേറ്റ് ഓഫ് 15 to 100+ മോളിക്യൂൾസ് ഓഫ് ആംഫിപാത്തിക് കൊളോയിഡ്സ് കോമ്പൗണ്ട്സ്. ആംഫിപാത്തിക് കോമ്പൗണ്ട്സ് എന്നാണ് സോപ്പ്, ഡിറ്റർജൻറ്റ് തുടങ്ങിയ ആൾക്കാരാണ് ആംഫിപാത്തിക് എന്ന് പറയുന്നത് അല്ലേ. അതായത് ലയോഫിലിക്കിനും ലയോഫോബിക്കിനും ഇടയ്ക്ക് ഫോമിങ് സ്ട്രക്ചറൽ യൂണിറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഫ്രീ മോളിക്യൂൾസ്. ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് അത് ഫ്രീ മോളിക്യൂൾസുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അങ്ങനെയുള്ള ഒരു ആംഫിപാത്തിക് കോമ്പൗണ്ടുകളുടെ അഗ്രിഗേറ്റ്, ആ അഗ്രിഗേറ്റിനെയാണ് നിങ്ങൾ മിസെല്ലീസ് എന്ന് വിളിക്കുന്നത്. കുറേ ആൾക്കാർ കൂടി ചേർന്ന് അഗ്രിഗേറ്റായിട്ട് മാറുന്നു മിസെല്ലീസ്. ഇത് ചുമ്മാ അങ്ങ് ഫോം ചെയ്യില്ല, ഇതിനൊരു കണ്ടീഷനൊക്കെ ഉണ്ട് കേട്ടോ. ഫോർമേഷൻ occurs when concentration exceeds critical മിസെല്ലി കോൺസെൻട്രേഷൻ. കണ്ടോ, ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷന് മുകളിൽ വരുമ്പോഴാണ് ഇവർ എന്തായിട്ട് മാറുന്നത്, മിസെല്ലീസ് ഫോം ചെയ്യുന്നത്.
ഓക്കെ, മോളിക്യൂൾ അറേഞ്ച് വിത്ത് ഹൈഡ്രോഫോബിക് ടെയിൽ പോയിന്റിങ് ഇൻവേർഡ്, ഹൈഡ്രോഫിലിക് ഹെഡ് പോയിന്റ് ഔട്ട്വേർഡ്. അപ്പം ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തോട്ടും ഹൈഡ്രോഫോബിക് ടെയിൽ അകത്തോട്ടും. അപ്പം ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിൽ ലവിങ്, ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ വാട്ടർ ലവിങ്. അതാണ് ഈ അഴുക്ക് നമ്മൾ ഈ സോപ്പൊക്കെ തേക്കുമ്പോഴേ നമ്മുടെ അഴുക്ക് ഉള്ളല്ലോ ആ സ്ഥലത്ത് വന്ന് ഈ സോപ്പ് മിസ്സെല്ലി ഫോം ചെയ്യും. എന്നിട്ട് അഴുക്കെന്ന് പറയുന്ന ഓയിൽ, ഗ്രീസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആ അഴുക്കിനകത്തോട്ട് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലിനെ കടത്തിവിടും. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലവിങ്, ടെയിലിനെ കടത്തിവിടും. എന്നിട്ട് ചുറ്റും ആ അഴുക്കിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ആ ടെയിലിനെ കയറ്റി വെക്കും. ഈ പുറത്തിരിക്കുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് മീൻസ് വെള്ളം ലവിങ്. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ആൾക്കാർ ഇതങ്ങ് ഇളകിപ്പോൾ അപ്പം ആ ഹെഡ് ഇളകി വരും. ഹെഡിൻ്റെ ബാക്കിൽ ടെയിലുണ്ട്, ടെയിലിൻ്റെ ബാക്കിൽ അഴുക്കുണ്ട്, മൊത്തത്തിൽ ഇളവിങ് വരും. ഇതാണ് ആക്ച്വലി സോപ്പ് ക്ലീൻ ചെയ്യുന്നത്. ക്ലീനിങ് ആക്ഷൻ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ആംഫിപാത്തിക് മീൻസ് കൊളോയിഡുകൾക്ക് എക്സാമ്പിളാണ് ഈ ക്ലീനിങ് ആക്ഷൻ അല്ലെങ്കിൽ മിസ്സെല്ലി ഫോർമേഷൻ തരുന്നത്. മിസ്സെല്ലീസ് ഫോം ചെയ്യുന്നതിൽ അഗ്രിഗേറ്റ് ആണ് പാർട്ടിക്കിൾസിൻ്റെ. അത് ഫോം ചെയ്യുന്ന ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ എക്സീഡ് ചെയ്യണം. ആ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ എക്സീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മിസ്സെല്ലീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മിസ്സെല്ലീസിൽ അകത്തോട്ടിരിക്കുന്നത് ഹൈഡ്രോഫോബിക്കും പുറത്തോട്ടിരിക്കുന്ന ഹൈഡ്രോഫിലിക്കുമാണ്. ടെയില് ഹൈഡ്രോഫോബിക്കും ഹെഡ് ഹൈഡ്രോഫിലിക്കും. നോക്കാം, ഇൻ വാട്ടർ അക്വസ് മീഡിയത്തിൽ ഹെഡ് ഹൈഡ്രോഫിലിക്കാണ് പുറത്തോട്ടിരിക്കുന്നത്, ടെയിൽ ഹൈഡ്രോഫോബിക് കോറാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇൻ ഓയിൽ റിവേഴ്സ് മിസ്സെല്ലി സ്ട്രക്ചർ, ഹെഡ് ഇൻസൈഡ് ടെയിൽ ഔട്ട്സൈഡ്. ഓയിലിൻ്റെ കേസിലാണെങ്കിൽ ഹെഡ് അകത്തോട്ടും ഇരിക്കും, ടെയിൽ പുറത്തോട്ടും ഇരിക്കും. എന്താണ് അങ്ങനെ ഓയിൽ കേസാണെങ്കിൽ? ഇത് വെള്ളത്തിൻ്റെ കേസാണെങ്കിൽ, നമ്മൾ സോപ്പ് തേക്കുന്ന വെള്ളത്തിൻ്റെ കേസിലല്ലേ, ആ കേസാണ് അവിടെ പറയുന്നത്. ഇത് ഓയിൽ കേസാണെങ്കിൽ തിരിച്ചായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. കാരണം അറിയാമല്ലോ, ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ടിരിക്കേണ്ടതെന്ന് പറയുന്നത് അകത്തോട്ടിരിക്കേണ്ടതെന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക്കാണ്. മീൻസ് വെള്ളമാണ് അകത്തോട്ടിരിക്കേണ്ടത്, ഓയിലിനെയാണ് പുറത്തോട്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് പുറത്തോട്ട് എന്ത് വരുന്നത്? ഹെഡ് ഇൻസൈഡ്. ഹെഡ് മീൻസ് എന്താ? ഹൈഡ്രോഫിലിക്, വെള്ളം ലവിങ്, അത് അകത്തോട്ടിരിക്കും. ഓയിൽ ലവിങ് പുറത്തോട്ടിരിക്കും. ഓയിൽ ലവിങ് ആണ് ടെയില്. ഹെഡ് എന്ന് പറയുന്നത് വാട്ടർ ലവിങ്ങും ടെയിൽ എന്ന് പറയുന്നത് ഓയിൽ ലവിങ്ങുമാണ്. അപ്പം ഓയിൽസിലാണെങ്കിൽ ഓയിൽ ലവിങ് ഞാൻ പുറത്തോട്ടിരിക്കണം, അപ്പോൾ ടെയിൽ പുറത്തോട്ടിരിക്കും, ഹെഡ് അകത്തോട്ടിരിക്കും. വെള്ളത്തിനകത്ത് വെള്ളം ലവിങ് ആണ് പുറത്തോട്ടിരിക്കുന്നത്. വെള്ളം ലവിങ് മീൻസ് ഹെഡ് പുറത്തോട്ടിരിക്കും, ടെയിൽ അകത്തോട്ടിരിക്കും. നമ്മൾ ഓയിലല്ലല്ലോ കുളിക്കുന്നത്, വെള്ളത്തിലല്ലേ. ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ CMC, മിനിമം കോൺസെൻട്രേഷൻ എബോവ് വിച്ച് മിസ്സെല്ലി ഫോർമേഷൻ ബിഗിൻസ്. മിസ്സെല്ലി ഫോർമേഷൻ തുടങ്ങുന്ന മിനിമം കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് മിസ്സെല്ലി സ്റ്റാർട്ട് ഫോമിങ്. ഏത് കോൺസെൻട്രേഷനിലാണോ മിസ്സെല്ലീസ് ഫോം ചെയ്യുന്നത് ആ കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ബിലോ CMC ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ. അതായത് CMCക്ക് താഴെ ഓരോരുത്തരായിട്ട് നിൽക്കും ഇൻഡിവിജ്വൽ. എബോ CMC ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷന് മുകളിൽ അവർ അഗ്രിഗേറ്റ് ചെയ്ത് മിസ്സെല്ലീസ് ആയിട്ട് മാറും. ഓക്കെ, കോൺസെൻട്രേഷൻ വരുന്ന 10⁻³ മുതൽ 10⁻² മോളാറാണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇനി ഇതൊന്ന് കേട്ടോണേ. ചെയിൻ ലെങ്ത് ലോങ്ങർ ചെയിൻ ആണെങ്കിൽ ലോവർ CMC. ചെയിൻ വാല്യൂ കൂടുന്നതിനനുസരിച്ച് CMC ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ കുറയും. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ കൂടുന്തോറും സ്ലൈറ്റ് ഹയർ CMC വരും, ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ കുറച്ച് കൂടും. ഓക്കെ, അതായത് ചെയിൻ ലെങ്ത് കൂടുതലാണെങ്കിൽ അവർക്ക് ലോവർ CMC ആയിരിക്കും, അവരുടെ ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ കുറവായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ അവർ മിസ്സെല്ലീസ് ഫോം ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്തോറും അവർക്ക് കുറച്ച് CMC കൂടും, ഒരു നോർമൽ വാല്യൂന്ന് കുറച്ചും കൂടെ കൂടിയ ഒരു വാല്യൂലായിരിക്കും മിസ്സെല്ലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയോണിക് സ്ട്രെങ്ത് ആണെങ്കിൽ ഹയർ സാൾട്ട് ആണെങ്കിൽ ലോവർ CMC. അയോണിക് സ്ട്രെങ്ത് കൂടുന്തോറും ക്രിട്ടിക്കൽ മിസ്സെല്ലി കോൺസെൻട്രേഷൻ കുറയും. കാരണം പെട്ടെന്ന് അയോണിക് സ്ട്രെങ്ത് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചാർജ് കൂടുതലാണെന്ന്. ദെൻ നേച്ചർ ഓഫ് ഹെഡ് ഗ്രൂപ്പ് ആനയോണിക്, കാറ്റയോണിക്, നോൺ അയോണിക്. ഹെഡ് ഗ്രൂപ്പിൻ്റെ ഇതാണ് പറഞ്ഞേക്കുന്നത്, നേച്ചറാണ് പറഞ്ഞേക്കുന്നത്. നോൺ അയോണിക്കാണ് ഏറ്റവും കൂടുതൽ കുറവ്, ദെൻ കാറ്റയോണിക്, നോൺ അയോണിക്കാണ് ഏറ്റവും കൂടുതൽ, ദെൻ കാറ്റയോണിക്, ദെൻ ആനയോണിക്. എക്സാമ്പിൾസ് ഓഫ് CMC വാല്യൂസ്: സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ് 8.1 mm, സോഡിയം ലോറേറ്റ് 20 mm, ട്രിക്സ്റ്റോൺ X100 0.24 mm.
Properties above CMC. Surface tension become constant. Osmotic pressure show break. Then conductivity shows deviation. Turbidity increases. Critical missile concentration മുകളിൽ surface tension constant ആവും, osmotic pressure break ആവും, conductivity deviation കാണിക്കും, turbidity increase ചെയ്യും. ക്രിട്ടിക്കൽ മിസ്സിൽ കോൺസെൻട്രേഷൻ മുകളിൽ കാണാം, അഗ്രിഗേറ്റ് ആവില്ലേ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേറൊന്നുമല്ല, നമ്മൾ എന്താണ് കാര്യങ്ങളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം നമുക്ക് സ്ഥിരം ചോദിക്കുന്നൊരു സെക്ഷനാണ്. ജസ്റ്റ് ഒന്ന് എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്ത് പോകും. എന്താണ് പെപ്റ്റൈസേഷൻ, എന്താണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, എന്ത് പ്രശ്നമാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റിന്, എന്താണ് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും, എന്താണ് കൊയാഗുലേഷൻ, എന്താണ് ഫക്ലേഷൻ, എന്താണ് ഹാർഡി-ഷെർസ് റൂള്, എന്താണ് ഗോൾഡ് നമ്പർ, എന്താണ് ഓയിൽ നമ്പർ, എന്താണ് വാട്ടർ നമ്പർ, എന്താണ് ഈ എമൾഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൾസിഫയിങ് ഏജൻസ് എന്താണ്, ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചേക്കുക. കാരണം നമുക്ക് തിയറി ബേസ്ഡ് പോർഷനാണ്, അത് ബേസ് ആയിരിക്കും ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. നമുക്കിനി കുറച്ച് MCQs ഒന്ന് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന MCQs ക്ലാസിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, സീറ്റ പൊട്ടൻഷ്യൽ, പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്, ടിൻഡാൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെൻറ്റ്, കൊയാഗുലേഷൻ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന MCQs ആണ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൊളോയിഡൽ സൊല്യൂഷൻ ഓൾവേസ് ഹാവ് അറ്റ് ലീസ്റ്റ്, കൊളോയിഡൽ സൊല്യൂഷന് എത്ര ഫേസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. 1 ഫേസ്, മോർ ദാൻ 1 ഫേസ്, എ ട്രൂ സൊല്യൂഷൻ, മോർ ദാൻ 2 ഫേസ്, ട്രൂ സൊല്യൂഷൻ 2 ഫേസ്. എത്ര ഫേസ് ഉണ്ട് കൊളോയിഡൽ സൊല്യൂഷന്? 2 ഫേസ്. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും, അങ്ങനെ 2 ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി എന്ന്. നിങ്ങൾക്ക് PDF ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 ഫേസ് ആണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് വരുന്നത്, ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, കൊളോയിഡൽ സൊല്യൂഷൻ കോമൺലി യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്കിൻ ഡിസീസ്. സ്കിൻ ഡിസീസിന് യൂസ് ചെയ്യുന്ന കൊളോയിഡൽ സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൻ ഡിസീസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളോയിഡൽ സൾഫറാണ്. കോമൺലി യൂസ് ചെയ്യുന്ന സ്കിൻ ഡിസീസിന് യൂസ് ചെയ്യുന്ന കൊളോയിഡൽ സൾഫറാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ സിൽവർ ആണെങ്കിൽ അതൊരു ആൻറ്റിസെപ്റ്റിക് ആണ്, കൊളോയിഡൽ സിൽവർ, അത് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. കൊളോയിഡൽ ഗോൾഡ്, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, കൊളോയിഡൽ ഗോൾഡ്, കൊളോയിഡൽ ആൻറ്റിമണി, കൊളോയിഡൽ സൾഫർ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസിൽ യൂസ് ചെയ്യുന്നതാണ് കൊളോയിഡൽ സൾഫർ. ആൻറ്റിസെപ്റ്റിക് ആണ് കൊളോയിഡൽ സിൽവർ. ഓക്കെ, ഗോൾഡ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇൻ്റർ മസ്കുലർ ഇഞ്ചക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റി ക്യാൻസർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്തുവാ? കൊളോയിഡൽ ഗോൾഡ്. ഓക്കെ, ഇനി കൊളോയിഡൽ ആൻറ്റിമണി, ട്രീറ്റ്മെൻറ്റ് ഓഫ് കല അസാർ, ഒരു പാരസിറ്റിക് ഡിസീസാണ് കല അസാർ എന്ന് പറയുന്നത്. ആ ഒരു പാരസിറ്റിക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് കൊളോയിഡൽ ആൻറ്റിമണി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ 4 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ആ 4 അടുത്ത് എഴുതിയേക്കുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കോളാം. കൊളോയിഡൽ ഗോൾഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇൻ്റർ മസ്കുലർ ഇഞ്ചക്ഷൻ, ദെൻ അതിനൊക്കെ തന്നെ ആൻറ്റി ക്യാൻസർ. ദെൻ കൊളോയിഡൽ ആൻറ്റിമണി കല അസാർ എന്ന് പറയുന്ന പാരസിറ്റിക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കൊളോയിഡൽ സിൽവർ എന്ന് പറയുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. കൊളോയിഡൽ സൾഫർ എന്ന് പറയുന്നത് സ്കിൻ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ദ സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു ട്രൂ സൊല്യൂഷനെ കാട്ടിയും കൂടുതൽ കൊളോയിഡ്, എന്തിനെക്കാട്ടിയും കുറവ് സസ്പെൻഷനെ കാട്ടിയും കുറവ്. ഇങ്ങനെയാണ് സസ്പെൻഷനെ കാട്ടിയും കുറവ്. അപ്പോൾ സസ്പെൻഷനെ കാട്ടിയും കുറവ് ആണ്. ലെസ് ദാൻ സസ്പെൻഷൻ. ഗ്രേറ്റർ ദാൻ സസ്പെൻഷൻ ആണോ? അല്ല. ലെസ് ദാൻ ട്രൂ സൊല്യൂഷൻ ആണോ? ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ ട്രൂ സൊല്യൂഷൻ എന്നാ, ട്രൂ സൊല്യൂഷനെക്കാളും കുറവെന്ന, അല്ല ഗ്രേറ്റർ ദാൻ ട്രൂ സൊല്യൂഷനാണ് വേണ്ട അല്ലേ. ട്രൂ സൊല്യൂഷൻ്റെ കേസ് ആകുമ്പോൾ ഇങ്ങനെ വരണ്ട, ട്രൂ സൊല്യൂഷൻ ഇങ്ങനെ വരണ്ട, പക്ഷേ ഇങ്ങനെ കൊടുത്തേക്ക് നമുക്ക് കണ്ടോ, തെറ്റാണ്. ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി. ട്രൂ സൊല്യൂഷനെക്കാട്ടിയും കൂടുതലാണ് വരേണ്ടത്, ഇത് ട്രൂ സൊല്യൂഷനെക്കാട്ടിയും കുറവെന്നാണ് കൊടുത്തേക്കുന്നത്, തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് ഇൻ ദ റേഞ്ച്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊളോയിഡൽ പാർട്ടിക്കിൾസ് സൈസ് വരുന്ന 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ വരെയാണ് അല്ലേ. 100 നാനോമീറ്റർ വരെയാണ്. 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ, ശരിയല്ലേ. ഇനി 1000 നാനോമീറ്റർ നമുക്ക് പറയാം. 1 നാനോമീറ്റർ 1000 നാനോമീറ്റർ, 100 അല്ല 1000 നാനോമീറ്റർ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മീറ്ററിലോട്ട് മാറ്റിയല്ലേ. 10⁻⁹ മീറ്റർ ടു
10⁻⁹ into 10⁻3, അതായത് 10⁻⁻6 മീറ്റർ. 10⁻⁻9 മീറ്റർ ടു 10⁻⁻6 മീറ്റർ അല്ലേ. ഇത് മൈക്രോണിലാണ് കൊടുത്തിരിക്കുന്നത്, മൈക്രോണിലും മില്ലി മൈക്രോണിലും. മൈക്രോണിലാണെങ്കിൽ ആൻസർ വരുന്നത് 0.1 മൈക്രോൺ ടു 1 മില്ലി മൈക്രോൺ ആണ്. 1 മൈക്രോൺ എന്ന് പറയുമ്പോൾ 1000 നാനോമീറ്റർ വരും, ആ റേഞ്ചിലാണ് വെച്ച് വരും. അപ്പം 0.1 മൈക്രോൺ ടു 1 മില്ലി മൈക്രോൺ ആണ് ഏകദേശം. 1 to 100 നാനോമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ. സോ ആൻസർ സി ആണ് വരുന്നത്. ഞാനിവിടെ ആൻസർ തെറ്റാണ് മറക്കുന്നത്, ബി അല്ല, ആൻസർ സി ആണ്. ഓർത്ത് വെച്ചോണേ, മൈക്രോണിലും കൂടെ ഓർത്ത് വെച്ചോണേ. ബ്രൗണിയൻ മോഷൻ ഓഫ് സോൾ പാർട്ടിക്കിൾസ് ഈസ് ഡാഷ് പ്രോപ്പർട്ടി ഓഫ് സോൾ. ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻ്റ് എഴുതുന്ന ഏത് പ്രോപ്പർട്ടിയാണ്? കൈനറ്റിക് ഫിനോമിനാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. കൈനറ്റിക് ആണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഒപ്റ്റിക്കൽ ഏതാ? ടിൻഡാൽ എഫക്റ്റ്. ഇലക്ട്രിക്കലാണ് ഇലക്ട്രോഫോറോസസും കാര്യങ്ങളും എല്ലാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് അങ്ങനെ നോർമലി ഇല്ല. നെക്സ്റ്റ്, ഡസ്റ്റ് സ്റ്റോം ഇസ് ഡസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം മറ്റേ പൊടിയാണ്, ഡസ്റ്റ് പൊടി എന്ന് പറയുമ്പോൾ ഗ്യാസ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. ഗ്യാസ് ആയിട്ടല്ല അത് വന്നേക്കുന്നത്, അല്ലാതെ ലിക്വിഡോ സോളിഡോ ആയിട്ടാണ് വരുന്നത്, അല്ല ഗ്യാസ് ആണ്. പക്ഷെ അതിനകത്ത് മൊത്തം പൊടിപടലങ്ങളല്ലേ, അപ്പം സോളിഡ് ഇൻ ഗ്യാസ് അല്ലേ, സോളിഡ് ഇൻ ഗ്യാസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ചെയ്യാം, സോളിഡ് ഗ്യാസിനകത്ത്. നെക്സ്റ്റ്, എ കൊളോയിഡൽ സിസ്റ്റം ഇൻവോൾവ്സ് സ്റ്റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, സ്റ്റേറ്റ് ഓഫ് ഡിസ്പേർഷൻ, സ്റ്റേറ്റ് ഓഫ് സസ്പെൻഷൻ, നൺ ഓഫ് ഇറ്റ്. ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം എന്നല്ലേ. സോ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേർഷൻ പേരിൽ തന്നെയുണ്ട്. നെക്സ്റ്റ്, കൊളോയിഡൽ സൊല്യൂഷൻ കോമൺലി യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ ഡിസീസ്. കൊളോയിഡൽ സൾഫർ, കൊളോയിഡൽ സിൽവർ, കൊളോയിഡൽ ഗോൾഡ്, കൊളോയിഡൽ ആൻറ്റിമണി. കൊളോയിഡൽ ആൻറ്റിമണി എന്താ നിങ്ങൾക്ക് അറിയാം, മറ്റേ പാരസിറ്റ് ഡിസീസ്, കലാസാർ. കൊളോയിഡൽ ഗോൾഡ് നമ്മളുടെ ആൻറ്റി ക്യാൻസറോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനെ. കൊളോയിഡൽ സിൽവർ നമ്മൾ പഠിച്ചിട്ടില്ല. കൊളോയിഡൽ സൾഫർ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, സൾഫർ നമ്മൾ പറഞ്ഞില്ല. കൊളോയിഡൽ ലോഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദെൻ കൊളോയിഡൽ സിൽവർ ആണ് എന്തിനായിട്ട് യൂസ് ചെയ്യുന്ന? ഐ ഡിസീസിനായിട്ട് യൂസ് ചെയ്യുന്ന കൊളോയിഡൽ സിൽവർ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിൻഡാൽ എഫക്റ്റ് ഈസ് നോട്ട് ഓഫ്. ടിൻഡാൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ അത് കൊളോയിഡൽ സൊല്യൂഷൻ ആയിരിക്കണം. സ്മോക്ക് കൊളോയിഡൽ സൊല്യൂഷനാണ്. എമൾഷൻ കൊളോയിഡൽ സൊല്യൂഷനാണ്. സോള് കൊളോയിഡൽ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷൻ അത് സൊല്യൂഷനാണ്, അത് ട്രൂ സൊല്യൂഷനാണ്. എന്താ? ടിൻഡാൽ എഫക്റ്റ് ഇല്ല. ആൻസർ സി ആണ്. നെക്സ്റ്റ്, ക്ലൗഡ്, മിസ്റ്റ്, ഫോഗ് ആൻഡ് എയറോസോൾ ആർ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ്. എയറോസോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാസ് ആണ് വേണ്ടത്. സോൾ ഗ്യാസ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ക്ലൗഡ്, മിസ്റ്റ്, ഫോഗ്, ഇതിനകത്തൊക്കെ ലിക്വിഡാണ് വരുന്നത്. സോ ലിക്വിഡ് ഇൻ ഗ്യാസ്. സോളിഡ് ഇൻ ഗ്യാസും ലിക്വിഡ് ഇൻ ഗ്യാസും എയറോസോളാണ്. പക്ഷേ ഇവിടെ നമുക്ക് മിസ്റ്റ്, ഫോഗ് ഒക്കെ ലിക്വിഡിനകത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ലിക്വിഡ് ഇൻ ഗ്യാസ് എന്ന് പറഞ്ഞേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലിക്വിഡ് ഇൻ ഗ്യാസ്. നെക്സ്റ്റ്, പർപ്പിൾ ഓഫ് കാസിയസ്. ഇത് ഞാനൊരു എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പർപ്പിൾ ഓഫ് കാസിയസ് എന്ന് പറയുന്നത് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡിനെയാണ് നമ്മൾ പർപ്പിൾ ഓഫ് കാസിയസ് എന്ന് വിളിക്കുന്നത്. കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ്, അതിനെയാണ് പർപ്പിൾ ഓഫ് കാസിയസ് എന്ന് വിളിക്കുന്നത്. നോർത്ത് വെച്ചോണം. ബാക്കിയുള്ളതിനൊന്നും പ്രത്യേകിച്ച് പേര് ഞാൻ കണ്ടില്ല. കുറേ നോക്കി വേറെ പേരുകളുണ്ടോ എന്ന് അറിയാനായിട്ട്, പക്ഷേ വേറെ പേരുകളൊന്നുമില്ല. ആ ഒരു പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, പർപ്പിൾ ഓഫ് കാസിയസ്. അത് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ് ആണ്. നെക്സ്റ്റ്, ടിൻഡാൽ എഫക്റ്റ് ഷോൺ ബൈ കൊളോയിഡ്സ് ഈസ് ഡ്യൂ ടു. ടിൻഡാൽ എഫക്റ്റ് കൊളോയിഡ്സ് കാണിക്കാനുള്ള കാരണം സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ടിൻഡാൽ എഫക്റ്റിലാണ്. ദെൻ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ പാർട്ടിക്കിൾ, കൊയാഗുലേഷൻ ഓഫ് പാർട്ടിക്കിൾ. എന്തോ ഈ ടിൻഡാൽ എഫക്റ്റ് ലൈറ്റിൻ്റെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നു. അത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന പ്രോസസ് ടിൻഡാൽ എഫക്റ്റ്. സിമ്പിൾ. നെക്സ്റ്റ്, കൊളോയിഡൽ ഗോൾഡ് ഈസ് ഗിവൺ ബൈ ഇഞ്ചക്ഷൻ ടു ആക്ടസ് ആൻറ്റി ക്യാൻസർ ഏജൻറ്റ്. ശരിയല്ലേ? കൊളോയിഡൽ ഗോൾഡ് ആൻറ്റി ക്യാൻസർ ഏജൻറ്റ്. ബാക്കി ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ്, the potential difference between the fixed charge layer and diffuse layer, stern layer and diffuse layer of opposite charge is called theta potential. Next, the Brownian motion is due to temperature fluctuation within the liquid alla, attraction and repulsion between charges on the colloidal phase alla, impact of molecules on the dispersion medium on the colloidal particles. ശരിയല്ലേ? dispersion medium colloidal particles impact. ശരിയാണ്. Next, മാച്ച് ദി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മിസ്മാച്ച്ഡ്. ഇതിൽ ഏതാണ് മിസ്മാച്ച്ഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ലിക്വിഡും എമൾഷൻ. ശരിയാണ്. ലിക്വിഡ് ഗ്യാസിനകത്ത് ലിക്വിഡ് സോളിഡ് വരുന്നത് വിളിക്കുന്ന പേര് എയറോസോൾ എന്നാണ്. സോൾഡ് ഇൻ സോളിഡ്. ഗ്യാസ് ഇൻ സോളിഡ് ഫോം അല്ല അല്ലേ, ഗ്യാസ് ഇൻ സോളിഡ് ഫോം അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഹാർഡി-ഷോൾസ് റൂള്, ഫ്ലക്യുലേഷൻ വാല്യൂ
then electrokinetic properties, electrophoresis, electroosmosis, protective colloids, gold number, emulsion, oil in water emulsion, water in oil emulsion, emulsifying agent, gel, syneresis, then miscellaneous, critical miscellaneous conformation. ഇതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കാം. The movement of colloidal particles towards their respective electrodes in presence of electric field is known as electroosmosis. Movement of colloidal particles എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് മൂവ്മെന്റ് ഓഫ് മീഡിയം ആണ്, ഇലക്ട്രോസ്മോസിസ്. ഓക്കെ, ബ്രൗണിയൻ മൂവ്മെന്റ് മറ്റേ സിക്സാക് മൂവ്മെന്റ് ആണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഇലക്ട്രിസിറ്റി കൊടുക്കാതുള്ള മൂവ്മെന്റ് ആണ് ഡയാലിസിസ്. ഇലക്ട്രോ ഡയാലിസിസ് ആണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. സോപ്സ് ആർ ജനറലി പ്രിപ്പയർഡ് ഫ്രം ലിൻസീഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ. നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലിൽ നിന്നാണ്. സോപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. Then Hardy-Shaw's rule states that higher the charge the coagulating ion, greater its coagulating power, having opposite sign of solution. Solution must have zero gold number. Dispersed phase and dispersion medium must be of the same sign. Miscellany coagulating presence of surfactants. And the gold Hardy-Shaw's rule പറയുന്ന ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ആൾക്കാർ കൊയാഗുലേറ്റ് ചെയ്യുന്നു. ചാർജ് കൂടുന്നതനുസരിച്ച് കൊയാഗുലേഷൻ പവറും കൂടും. ശരി, ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ion that is more effective from the coagulation of AS to S3. നമുക്കറിയാം ചാർജ് കൂടുമ്പോൾ coagulation പവർ കൂടുതൽ. ചാർജ് കൂടിയാൽ കരുതാ ഇതുമുണ്ട് ഇതുമുണ്ട്, രണ്ടുപേർക്കും 3+, 3- 3 ആ ചാർജ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇത് പോസിറ്റീവ് സോളാണ് നെഗറ്റീവ് സോളാണ്. ഞാൻ പറഞ്ഞു AS to S3 അവിടെ സ്ഥിരം ചോദിക്കുന്ന ആളാണ്. അതൊരു നെഗറ്റീവ് സോളാണ്. നെഗറ്റീവ് സോൾ ആകുമ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് വേണ്ടത്. ആൻസർ ഡി ആണ്, Cl. നെക്സ്റ്റ്. The capacity of an ion to coagulate a colloidal solution depends on. ഒരു കൊളോയിഡൽ സൊല്യൂഷനെ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അയോണിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ എമൗണ്ട് ഓഫ് ഇറ്റ്സ് ചാർജ് ആണല്ലേ. സൈൻ ഓഫ് ചാർജ്, സൈനും തീരുമാനിക്കും അല്ലേ. സോ ബോത്ത് എമൗണ്ട് ആൻഡ് സൈൻ ഓഫ് ചാർജ്. എമൗണ്ടും തീരുമാനിക്കും, സൈനും തീരുമാനിക്കും. കാരണം എണ്ണം തീരുമാനിക്കും, പിന്നെ സൈനും തീരുമാനിക്കും. എണ്ണം കൂടുന്തോറും പെട്ടെന്ന് കൊയാഗുലേറ്റ് ആവും. A precipitate is changed to colloidal solution by the following process. Precipitate colloid ആണെങ്കിൽ peptidization, colloid precipitate ആണെങ്കിൽ coagulation. Dialysis മൂവ്മെന്റ് ആണ്. അൾട്രാഫിൽട്രേഷൻ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതാണ്. ഇലക്ട്രോഫോറസിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ്. പിക്ക് ഔട്ട് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. Miscellaneous are formed by the surfactant molecules above critical miscellany concentration. ശരിയല്ലേ? Miscellaneous ഫോം ചെയ്ത് ക്രിട്ടിക്കൽ miscellany concentration മുകളിലാണ്. ശരി. The conductivity of a solution having surfactant molecule decreases sharply at CMC. Conductivity of a solution having surfactant molecules decreases sharply at CMC. Conductivity കുറയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കണ്ടക്ടിവിറ്റി കുറയുമെന്ന്. Lower the CMC of detergents, more its degeneracy. Cleaning action is not related to miscellany. അല്ല, ക്ലീനിങ് ആക്ഷൻ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന miscellany formation ആണ് ആക്ച്വലി ക്ലീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്. Peptidization is the process of precipitation of colloidal particles precipitate ചെയ്യിപ്പിക്കുന്നു. Purifying of colloidal അല്ല, dispersing the precipitate into colloidal particles. Precipitateനെ colloid ആക്കി മാറ്റും. ശരിയാണ്, അതിനെയാണ് നിങ്ങൾ peptidization എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്. Gold number. The amount of gold present in a colloid അല്ല, the amount of gold required to protect a colloid. ശരിയാണ്. The amount of gold required to break a colloid അല്ല. ആൻസർ ബി ആണ്. Next. The coagulation power of an electrolyte for arsenide sulfide. Arsenide sulfide. Arsenide sulfide എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജ്. ഇതാണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക. ആൻസർ ഇതാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ആൻസർ ഡി ആണ്. കണ്ടോ, ഈ AS2S3 സോൾ അവർ സ്ഥിരം ചോദിക്കുന്നത് നെഗറ്റീവ്. സൾഫറിൻ്റെ മിക്ക സോളുകൾ നെഗറ്റീവ് സോളുകളാണ്. അപ്പോൾ അത് AS2S3 സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ പോസിറ്റീവ് +1 ആദ്യം കൊടുത്തേക്കുന്നത്. അല്ല, എപ്പോഴും +3 ആണ്. ചാർജ് കൂടുമ്പോഴാണ് കൊയാഗുലേഷൻ കൂടുക. അപ്പോൾ ചാർജ് കൂടിയ ആൾക്കാരെ കണ്ടുപിടിക്കുക. 3, 2, 1, 3, 2, 1 ഇത് രണ്ടും വരും. ഇത് വരത്തില്ല. ഇത് കണ്ടോ, 1, 2, 3 എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റാ. ഇവിടെ 1, 3, 2 എന്നാണ് കൊടുത്തേക്കുന്നത്. അതും തെറ്റാ. ഇത് രണ്ടും വരുന്നത്. അതിലേത്? AS3 നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോലൈറ്റ്സ്. Which of the following is incorrect in electrophoresis? In electrophoresis, solution migrate either to anode or to cathode depending upon the positively or negatively charged. ശരിയല്ലേ, ഒന്നില്ലെങ്കിൽ ആനോഡിലോട്ട് പോകാം അല്ലെങ്കിൽ കാഥോഡിലോട്ട് പോകാം, ഡിപ്പെൻഡ്സ് ഓൺ ചാർജ്.
അതിൻ്റെ ചാർജ് എന്താണോ അതിനനുസരിച്ച് മൂവ് ചെയ്യാം. ശരിയാണ്. ഇലക്ട്രോഫോറസിസ് ഇസ് എ യൂസ്ഫുൾ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ചാർജ് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞതാണ് ചാർജ് കണ്ടുപിടിക്കുന്ന ഒരു യൂസ്ഫുൾ മെത്തേഡാണ്. ഇലക്ട്രോഫോറസിസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിസ്ട്രോയിങ് ആൻ എമൾഷൻ. അതായത് ഇലക്ട്രോഫോറസിസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് എമൾസിഫൈനെ ഡിസ്ട്രോ ചെയ്യാം. കൊളോയിഡ്സ് ആർ അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ഡു നോട്ട് മൈഗ്രേറ്റ് ടുവേർഡ്സ് ഇലക്ട്രോഡ്സ് വെൻ ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്. അത് തെറ്റാണ്. കൊളോയിഡിന് ചാർജ് ഇല്ല, കൊളോയിഡിന് ചാർജ് ഉണ്ട്. ബട്ടർ ഈസ് എ കൊളോയിഡ് ഫ്രം ഇൻ വിച്ച് ഫാറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഇൻ സോളിഡ് കസൈൻ. ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആർ ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ. വാട്ടർ ഈസ് ഡിസ്പോസ്ഡ് ഇൻ ഫാറ്റ്. സസ്പെൻഷൻ ഓഫ് കസൈൻ ഇൻ വാട്ടർ. കസൈൻ എന്ന് പറഞ്ഞാൽ എഗ് പ്രോട്ടീൻ ആണ് അവിടെ കസൈൻ എന്ന് പറയുന്നത്. എന്തോ ഈ എമൾഷൻ വാട്ടർ ഇൻ ഓയിലാണ്, വെള്ളം ഓയിലിനകത്ത്. വാട്ടർ ഈസ് ഓയിൽ ഡിസ്പോസ്ഡ് ഇൻ ഫാറ്റ്. അവിടെയാണ് നമുക്ക് നമ്പേഴ്സൊക്കെ വരുന്നത്. ഗോൾഡ് നമ്പർ ഓഫ് എ ഫ്യൂ കൊളോയിഡ്സ് ആർ ഗിവൺ ബിലോ. ജെലാറ്റിൻ, സ്റ്റാർച്ച്, എഗ് ആൽബുമിൻ, ഗം അറബിക്. നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്? ഏതാ ബെസ്റ്റ്? ജെലാറ്റിൻ ആണ്. ജെലാറ്റിൻ. പിന്നെ അതിനുശേഷം എഗ് ആൽബുമിൻ, പിന്നെ ഗം അറബിക്, പിന്നെ സ്റ്റാർച്ച്. നമ്പേഴ്സ് നോക്കിയാൽ മതി. ചെറിയ ഗോൾഡ് നമ്പർ ആണെങ്കിൽ ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓൾ സോപ്സ് ആർ ഡിറ്റർജൻറ്റ്സ്. Detergents possess cleaning action by addition to surface activity. All the surfactants are detergents. Surfactants possess surface activity. All soaps are detergents. അത് തെറ്റാണ്. എല്ലാ സോപ്പും ഡിറ്റർജൻ്റ് അല്ല. എല്ലാ ഡിറ്റർജൻറ്റുകളും സോപ്പുകളാണ്, പക്ഷെ എല്ലാ സോപ്പും എന്തല്ല? ഡിറ്റർജൻ്റ് അല്ല. ഓക്കെ, തെറ്റാണ്. Then, detergent possess cleaning action in addition to surface activity. Surface activity, cleaning action, okay. All the surfactants are detergents. എല്ലാ സർഫക്റ്റൻസും സർഫസ് ആക്ടിവിറ്റൻസും ഡിറ്റർജൻറ്റുകളാണ്. ശരിയാണ്. എല്ലാ സോപ്പും ഡിറ്റർജൻ്റ് ആകും. സർഫക്റ്റൻസ് പ്രോസസ് സർഫസ് ആക്ടിവിറ്റി, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, സോപ്പ് റിമൂവ്സ് ഗ്രീസസ് ബൈ അബ്സോർപ്ഷൻ, എമൾസിഫിക്കേഷൻ, കൊയാഗുലേഷൻ. നൺ ഓഫ് ദിസ്. ഏതാ? എമൾസിഫിക്കേഷൻ. Next, Miscellany is a term used for aggregated form in solution by colloidal electrolyte, colloidal non-electrolyte, non-associated colloid, none of the colloidal electrolytes. അവരുടെ അസോസിയേഷൻ ആണ് മിസ്സെല്ലീസ് എന്ന് പറയുന്നത്. Next, among the electrolyte Na2SO4, CaCl2, Al2SO4 thrice, NH4Cl, the most effective coagulation agent for Sb2S3, antimonic sulfide, negative soul, positive charge. ഇതിനകത്ത് എണ്ണയുടെ ചാർജ് പ്ലസ്, പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ നോക്കിയാൽ മതി. ഇതിൻ്റെ ചാർജ് Ca2+, ഇതിൻ്റെ ചാർജ് Al3+, ഇതിൻ്റെ ചാർജ് NH4+. കാരണം ഇത് സൾഫൈഡ് സോളാണ്. സൾഫൈഡ് സോളുകളെല്ലാം നെഗറ്റീവ് സോളാണ്. നെഗറ്റീവ് സോളാകുമ്പോൾ പോസിറ്റീവേ നോക്കാവും. കാരണം ഇതിന് നെഗറ്റീവ് നോക്കിയാൽ ഇത് SO4 -, ഇത് Cl-, ഇത് SO4 -, ഇത് Cl-. കണ്ടോ? അപ്പോൾ SO4 കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ SO4 ആൻസർ എഴുതും, പക്ഷേ SO4 ഇടുന്ന 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആണ് സൾഫൈഡ് സോൾ. അപ്പോൾ പോസിറ്റീവ് ചാർജ് നോക്കിയാൽ മതി. ഇത് +1, ഇത് +2, ഇത് +3, ഇത് +1. ഏതാ? +3. ആൻസർ സി ആണ്. സൾഫൈഡ് സോളുകളെല്ലാം നെഗറ്റീവ് ആണ്. ഗോൾഡ് നമ്പർ ഈസ് ദി ഇൻഡെക്സ് ഫോർ പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് ലയോഫിലിക് കൊളോയിഡ്, പ്യൂരിറ്റി ഓഫ് ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ്, ഇലക്ട്രോപ്ലേറ്റഡ് ഗോൾഡ്. എന്തുവാ? പ്രൊട്ടക്റ്റീവ് പവർ ഓഫ് ലയോഫിലിക് കൊളോയിഡ്. അതിനെയാണ് നിങ്ങൾ ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, മിസ്സെല്ലീസ് ഹാവ് same colligative property as that of common colloidal solution, lower colligative property as that of colloidal solution, higher colligative property as that of common colloidal solution, none of these. മിസ്സെല്ലീസ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ചെയ്യല്ലേ നമ്മൾ. എന്തോ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കുറയും. സോ ലോവർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ദാൻ കോമൺ കൊളോയിഡൽ സൊല്യൂഷൻ. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനാണ് കൊളോയിഡൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കൂടും. പക്ഷേ മിസ്സെല്ലി ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കൂടി ചെയ്യുക ചെയ്യുന്നത്. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.